dear students, a very good evening to all. And നമ്മുടെ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്ന നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരുന്ന ഷുവർ എ പ്ലസ് ഷുവർ ക്വസ്റ്റ്യന്റെ ഡിസ്കഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന് പറഞ്ഞിരുന്നു, നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്ററിന്റെ എല്ലാ ഏരിയാസും ബന്ധപ്പെടുന്ന രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മുടെ ക്ലാസ് ഫിസിക്സിന്റെ ക്ലാസ് ആണ്. ഫിസിക്സിന്റെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, AC ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഈ 4 ചാപ്റ്റേഴ്സിന്റെ നിങ്ങൾക്ക് പിന്നെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ബോർഡ് എക്സാം ലെവലിലുള്ള മോഡൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സ് ഏകദേശം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, റൈറ്റ്? അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് ക്ലാസ്സിൽ ഇരിക്കുക, വണ്ടർഫുൾ ആയി ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം. ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസേഴ്സും ഞാൻ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ആ ക്വസ്റ്റ്യനും ആൻസറും നിങ്ങളിലേക്ക് ഞാൻ സെൻഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അത് നിങ്ങൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്താൽ അതിലേക്ക് പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, നോട്ട് എടുത്ത് നിങ്ങൾക്ക് അത് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. മക്കൾ എന്ത് ചെയ്യാം, ഫാസ്റ്റ് റിവിഷൻ ആയിരിക്കും, സ്ലോ അല്ല. പെട്ടെന്ന് നമ്മൾ പരിപാടി തീർക്കും. അപ്പൊ മാക്സിമം 4 ചാപ്റ്റേഴ്സ് ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് കവർ ചെയ്യണം. അങ്ങനെ നാളെയും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, അടുത്ത 4 ചാപ്റ്റേഴ്സിന്റെയും കൂടി അങ്ങ് കവർ ചെയ്യും നാളെ. അപ്പൊ എന്തായി, മൊത്തം എല്ലാ ചാപ്റ്റേഴ്സും ക്രിസ്മസിലുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെയും എൻറ്റയർ റിവിഷൻ അതോടുകൂടി കംപ്ലീറ്റ് ആവും, റൈറ്റ്? അപ്പൊ നമുക്ക് എന്താ സ്റ്റാർട്ട് ചെയ്യല്ലേ മക്കളെ, തുടങ്ങലടാ, സ്റ്റാർട്ട് ചെയ്യല്ലേ. നമുക്ക് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് വേഗം അങ്ങോട്ട് തുടങ്ങാം. എല്ലാവരും നല്ല സപ്പോർട്ട് തരണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എന്റെ എനർജി. സോ നിങ്ങൾ സപ്പോർട്ട് തന്നാൽ ഞാൻ വളരെ വണ്ടർഫുൾ ആയിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ടോപ്പിക്സ് വൃത്തിയായിട്ട് കവർ ചെയ്തു തരാം കേട്ടോ. റെഡി? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ മക്കളെ. വോയിസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. വോയിസ് ഒക്കെ ഓക്കെ ആണോ, ക്ലിയർ ആയി കേൾക്കുന്നുണ്ടോ, പെർഫെക്റ്റ് ആണോ, ഒന്ന് കമന്റ് ചെയ്തടാ. വേഗം ഒന്ന് കമന്റ് ചെയ്യ്. വോയിസ് ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യട്ടാ. ഓക്കെ, ready? Yes. Okay ആണ്. Okay. Thank you. Set. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമുക്ക് വൈകിപ്പിക്കുന്നില്ല, പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാപ്റ്ററിന്റെ പേര്, ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യണം. കൂടാതെ വീഡിയോന്റെ അടിയിൽ നിങ്ങളെ ഫീഡ്ബാക്ക് എന്താണ് കമന്റ് ചെയ്യണം. ഇതിന്റെ അടിയിലല്ല, ലൈവ് ചാറ്റിലല്ലാതെ നിങ്ങൾ വീഡിയോന്റെ അടിയിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം, നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ പറയാം. നിങ്ങൾ ഏത് രീതിയിലുള്ള ക്ലാസ് ആണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമോ വെച്ചാൽ അത് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ ഏകദേശം ചാപ്റ്റർ ഒക്കെ കവർ ചെയ്യും. ഓക്കെ, ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ പെർഫോമൻസ് പോലെ ഇരിക്കും. അപ്പോൾ ഒരു ക്ലാസ് കൊണ്ടൊന്നും ഒരിക്കലും ഫുൾ മാർക്ക് എത്തൂലല്ലോ. പിന്നെ നമ്മൾ വെറുതെ ഞാൻ കളവ് പറയൂല. ഓക്കെ, ഒരു ക്ലാസ് കൊണ്ടൊന്നും ഒരിക്കലും ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷേ നിങ്ങളെ അക്കാദമിക്സ് ലെവലിൽ നിങ്ങളെ വളരെയധികം മുന്നോട്ടേക്ക് എത്തിക്കാൻ ഈ ക്വസ്റ്റ്യൻസ് സഹായിക്കും. അത് ഉറപ്പാണ്. കാരണം ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് ഏകദേശം ചാപ്റ്റർ മൊത്തം കവറായ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണടാ, നല്ലോണം കോപ്പറേറ്റ് ചെയ്യുക, വണ്ടർഫുൾ ആയി ക്ലാസ്സിൽ ഇരിക്കുക. ദാറ്റ്സ് ഓൾ. അതൊന്ന് ഉഷാറാക്കി കഴിഞ്ഞാൽ നമ്മൾ പൊളിച്ചടക്കൂട്ടാ. റെഡി അല്ലേ? സെറ്റ് ആണ്? യെസ്, അടിപൊളി. അപ്പൊ എല്ലാവരും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യണം, സൂപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, കോപ്പറേറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് നല്ല രീതിയിലേക്ക് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നോക്കണം. നമ്മുടെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മക്കളെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസുമായി ചെറിയ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും ചെറിയ വ്യത്യാസങ്ങളും ഉണ്ട്, റൈറ്റ്? ഓക്കെ, എന്തായാലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് മക്കളെ, എന്ത് അറിയോ? ഒന്നാമത്തെ ആസ്റ്റെറിസ്മോസ്. ഓക്കെ, നല്ല പേര്, വെറൈറ്റി പേര്, വായിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഒപ്റ്റിക്സ് നാളെയാണ്. നാളെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ആണ് റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ്, ഡ്യുവൽ നേച്ചർ, ആറ്റംസ്. ഓക്കെ, ആ 4 ചാപ്റ്റർ നാളെ ഡിസ്കസ് ചെയ്യും. ഇന്ന് ആദ്യത്തെ 4 എണ്ണം, നാളെ അവസാനത്തെ 4 എണ്ണം. ഓക്കെ അല്ലേ? റെഡി? അപ്പൊ നോക്കിക്കോട്ടെ മക്കളെ, ശ്രദ്ധിച്ചോ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാ മക്കളെ, ക്ലോസ്ഡ് കണ്ടിന്യൂസ് ലൂപ്സ് ആയിട്ടാണ് ഉണ്ടാവുക. അതായത് ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നോർത്തും സൗത്തും ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോയി ഇങ്ങനെ ക്ലോസ്ഡ് ലൂപ്പ് ആയിക്കോട്ടോ, ഇങ്ങനെ ആവും. പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അങ്ങനെയല്ല.
ക്ലോസ്ഡ് കണ്ടിന്യൂസ് ലൂപ്സ് അല്ല. പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിൽ പോയി അവസാനിക്കുന്ന എന്താ പറയാ ലൈൻസ് ആണ്, ഫീൽഡ് ലൈൻസ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താ മക്കളെ? ക്ലോസ്ഡ് കണ്ടിന്യൂസ് ലൂപ്സ് ആണെന്നുള്ളത് പറയാം. പ്രോപ്പർട്ടി നമ്പർ 1. അടുത്ത പ്രോപ്പർട്ടി ആണ് ടാൻജന്റ്. ഫീൽഡ് ലൈൻസ് നമ്മൾ വരക്കുകയാണെങ്കിൽ അതിൽ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റിൽ ഞാൻ ടാൻജന്റ് വരക്കുകയാണെങ്കിൽ ആ ടാൻജന്റ് നമുക്ക് പറഞ്ഞു തരും എന്ത്? direction of magnetic field. So the tangent drawn at a point on the magnetic field lines gives the direction of intensity of magnetic field at that point. Intensity of magnetic field കിട്ടാൻ നിങ്ങൾ എന്ത് വരച്ചാൽ മതി? ഒരു ടാൻജന്റ് വരച്ചാൽ മതി. സെറ്റ് അല്ലേ മക്കളെ? The tangent to the field line at a given point represents the direction of net intensity of magnetic field at that point, right? Okay, next. The larger the number of field lines crossing per unit. ഇതൊന്നുമില്ല, ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ അത് സ്ട്രോങ്ങർ ഫീൽഡും, ഫീൽഡ് ലൈൻസിന്റെ എണ്ണം യൂണിറ്റ് ഏരിയ ഉള്ള ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കുറവാണെങ്കിൽ അത് വീക്ക് ഫീൽഡും ആയിരിക്കും. ഓക്കെ അല്ലേ? സോ അത് നമുക്ക് വേണമെങ്കിൽ ഫീൽഡ് ഡെൻസിറ്റി എന്ന് വേണമെങ്കിൽ വിളിക്കാം. സോ ഫീൽഡ് ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അത് സ്ട്രോങ്ങർ ഫീൽഡും, ഫീൽഡ് ഡെൻസിറ്റി കുറവാണെങ്കിൽ അത് വീക്കർ ഫീൽഡും ആയിരിക്കും എന്നുള്ള കാര്യം ഒരു പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പറയാവുന്ന മറ്റൊരു കാര്യമാണ് പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇന്റർസെക്ട്. ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യാറില്ല? ഇന്റർസെക്ട് ചെയ്യാറില്ല. ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ ഈ മൂന്ന് പോയിന്റ്സ് ഇലക്ട്രിക് ഫീൽഡിനും ബാധകമാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ എന്ന് പറയാൻ പറ്റും. എക്സ്റ്റേണൽ ടു ദ മാഗ്നറ്റ്, മാഗ്നറ്റിന്റെ പുറത്ത്, മാഗ്നറ്റിന്റെ ഉള്ളിലോ ഫ്രം സൗത്ത് ടു നോർത്തുമാണ്. ഇത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പറയാൻ പറ്റും. സോ ഒരു 4 പ്രോപ്പർട്ടീസ് മക്കൾ എന്തായാലും മനസ്സിലാക്കി വെക്കണം. 4 പ്രോപ്പർട്ടീസ്, റൈറ്റ്? ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാണ്, എന്തുകൊണ്ടാണ് 2 മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യാത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ കാര്യം ഞങ്ങൾ പറയേണ്ടത്, എന്തുകൊണ്ട് 2 ഫീൽഡ് ലൈൻസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നില്ല? അങ്ങനെ ഇന്റർസെക്ട് ചെയ്താലുള്ള പ്രശ്നം എന്താണ്? ഈ ഇന്റർസെക്ഷൻ പോയിന്റിൽ 2 ഫീൽഡിന് 2 ഡയറക്ഷൻസ് വരക്കാൻ പറ്റും കേട്ടോ. 2 ടാൻജന്റ് വരക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ 2 ഡയറക്ഷൻസ് ഉണ്ടാവും. ആർക്ക്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്. എവിടെ? ഈ പോയിന്റിൽ, ഇന്റർസെക്ഷൻ പോയിന്റിൽ. അതുകൊണ്ട് അത് പോസിബിൾ അല്ലല്ലോ. ഒരു പോയിന്റിൽ എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന് 2 ഡയറക്ഷൻസ് ഉണ്ടാവുക? ദാറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് തന്നെ 2 ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യാറില്ല? ഇന്റർസെക്ട് ചെയ്യാറില്ല. ഒരു ക്വസ്റ്റ്യൻ ആയി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Why 2 magnetic field lines will never intersect? If 2 field lines intersect, then at the intersection point we can draw 2 tangents. That means there will be 2 directions for magnetic field at that point. That is not possible. അതാണ് എഴുതേണ്ടത്. That's all. Okay? ഐഡിയ മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങളുടെ ഭാഷയിൽ കാര്യങ്ങൾ ചമ്പുക. അത്രയേ ഉള്ളൂ മക്കളെ. സെറ്റ് അല്ലടാ? പെർഫെക്റ്റ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവസാനിച്ചു. ഞാൻ ഈ ക്വസ്റ്റ്യനും ആൻസറും നിങ്ങളിലേക്ക് അങ്ങ് അയച്ചു തരും. മക്കൾ വൃത്തിയായിട്ട് കണ്ടോട്ടോ. ഇനി ഡൈപോൾ അനലോഗി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിസവും ഈ 2 സാധനം കൂടി നമ്മൾ എന്താ പറയാ സംഗമിക്കാൻ പോയത്, രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പോവാ. നമ്മൾ നോക്കടാ, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റിസം, ഇത് രണ്ടിലും നമ്മൾ ആദ്യം തന്നെ പറയുന്നത് എന്താണ്? 1/ε0. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ 1/ε0 പറയുമ്പോൾ അതിന് പകരം മാഗ്നറ്റിസം μ0 ആണ് ഉപയോഗിക്കല്. ഓക്കെ ആണല്ലോ? μ0. ഇനി ഡൈപോൾ മൊമെന്റ് P പറയാണ്. അപ്പോൾ ഡൈപോൾ മൊമെന്റ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P ആണ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് M ആണ്. റൈറ്റ്? ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്സിയൽ ഫീൽഡ് ഫോർ എ ഷോർട്ട് ഡൈപോൾ. ഒരു ഷോർട്ട് ഡൈപോൾ അതിന്റെ ആക്സിയൽ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറിയാം. 1/4πε0 2p/r3. എന്നാൽ മാഗ്നറ്റിസത്തിലോ 1/4πε0 പകരം μ0/4π ആണ് അല്ലേ? 2p ക്ക് പകരം 2m ആണ് r3. സോ μ0/4π 2m/r3 ആണ്. ഇനി ഇക്വറ്റോറിയൽ ലൈനിലെ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ പോയിന്റിലാണെങ്കിലോ 1/4πε0 p/r3. മാഗ്നറ്റിസം എന്താണ്? μ0/4π m/r3 ആയിരിക്കും. ഇനി അടുത്ത ടോർക്ക് ഒരു ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ് വെക്കുമ്പോൾ ആക്ട് ചെയ്യുന്ന ടോർക്ക് P × E. മാഗ്നറ്റിസത്തിലോ ഒരു മാഗ്നറ്റിക് ഡൈപോൾ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ടോർക്ക് M × B. P ക്ക് പകരം M, E ക്ക് പകരം B. That's all.
Next, energy in an external field, potential energy ആണ്. Electric field ആകുമ്പോൾ എന്താ മൈനസ് പി ഡോട്ട് എ, മാഗ്നറ്റിക് ഫീൽഡ് ആകുമ്പോൾ എന്താ മാഗ്നറ്റിസത്തിന്റെ കേസ് എന്താണ് പിന്നെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് എം ഡോട്ട് ബി. മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ത് അനലോഗ് അല്ലെങ്കിൽ മാഗ്നറ്റിക് അനലോഗ് ഓഫ് എന്താണ് ഇത്. അപ്പോൾ കാര്യങ്ങൾ വൃത്തിയായി മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ച സെയിം കോൺസെപ്റ്റ്സ് നമുക്ക് എന്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? മാഗ്നറ്റിസത്തിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി മക്കളെ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് പഠിച്ച മാതിരി തന്നെയാണ്. എന്താ മക്കളെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ഒരു സർഫസിന് നോർമൽ ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണത്തെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. സോ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ phi is equal to B dot A. B is intensity of magnetic field ആണ്. A area vector ആണ്. ഒരു ഡോട്ട് ഉണ്ട്. ആ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഏരിയ വെക്ടറും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. സോ മക്കൾ നോക്കടാ, എന്റെ കയ്യിൽ ഒരു സർഫസ് ഉണ്ട്. ഈ സർഫസിന്റെ ഏരിയ വെക്ടർ ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. റൈറ്റ്. ഓക്കെ. സോ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ച് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇത് ബി ആണെങ്കിൽ ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ബി എ കോസ് തീറ്റയാണ് ഇവിടുത്തെ എന്ത് വരിക? ഫ്ലക്സ് വരിക. റൈറ്റ്. മാഗ്നറ്റിക് ഫ്ലക്സ്. സോ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? എന്താ അതിന്റെ ഇക്വേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്താ മക്കളെ മാഗ്നറ്റിക് ഫ്ലക്സ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ഇറ്റ്സ് എക്സ്പ്രഷൻ വിൽ ബി phi is equal to B dot A, B A cos theta. ക്ലിയർ ആണല്ലോ. യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം വെബർ ആണ് അല്ലെങ്കിൽ ടെസ്ല മീറ്റർ സ്ക്വയർ. എങ്ങനെ വന്നത്? ബിന്റെ യൂണിറ്റ് ടെസ്ലയാണ്, എന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്, ടെസ്ല മീറ്റർ സ്ക്വയർ. റൈറ്റ്. ഫ്ലക്സ് എന്താന്നുള്ളത് പഠിച്ചു. ഇനി മക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് ഗോസസ് ലോ. എന്താ മക്കളെ? ഗോസസ് ലോ. എന്താണ് മക്കളെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം? മാഗ്നറ്റിസത്തിൽ ഗോസസ് ലോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എന്തേനി ദ ടോട്ടൽ നോർമൽ ഇലക്ട്രിക് ഫ്ലക്സ് over any closed surface is 1 by epsilon 0 times the charge enclosed by the surface ആണ്. എന്നാൽ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ആണെങ്കിൽ ടോട്ടൽ നോർമൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എനി ക്ലോസ്ഡ് സർഫസ് ഓക്കെ ഈസ് 0 എന്നാണ് പറയേണ്ടത്. ഓക്കെ. അപ്പൊ ചോദിക്കും എന്തുകൊണ്ടാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം 0 ആയത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. കാരണം മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് പറയേണ്ടത്. ഓക്കെ. ചാർജിന്റെ കേസിൽ മോണോപോൾ എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ടോട്ടൽ നോർമൽ ഫ്ലക്സ് ഓവർ എനി ക്ലോസ്ഡ് സർഫസ് എന്താവാഞ്ഞത്? 0 ആവാഞ്ഞത് ചില കേസിലെങ്കിലും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. മാഗ്നറ്റിസത്തിലാണെങ്കിൽ ഒരു ക്ലോസ്ഡ് സർഫസിലുള്ള ടോട്ടൽ നോർമൽ ഫ്ലക്സ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. സെറ്റ് ആണല്ലോ. ഇനി ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാണ് എന്ത്? മോണോപോൾ എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയാണ്. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ടോട്ടൽ നോർമൽ ഫ്ലക്സ് ഓവർ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് 1 by epsilon 0 times the charge enclosed by the surface എന്നല്ലേ പഠിച്ച്. അപ്പോൾ ഇവിടെ എന്താ വരിക? നിങ്ങൾക്ക് എന്താ വരിക? മാഗ്നറ്റിസം എന്തായിരിക്കും വരിക? 1 by epsilon 0ക്ക് പകരം mu 0, ക്യൂക്ക് പകരം പോൾ സ്ട്രെങ്ത് ഒന്നുകിൽ സ്മോൾ എം അല്ലെങ്കിൽ നമുക്ക് പി വെച്ചും കാണിക്കാം. നോ ഇഷ്യൂസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ എന്താ മക്കളെ വരിക? ദ ടോട്ടൽ നോർമൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് mu 0 ടൈംസ് ദ പോൾ സ്ട്രെങ്ത് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് എന്നാകും ആ ഗോസസ് ലോന്റെ പിന്നെ മാഗ്നറ്റിക്സിൽ ഉണ്ടാവുന്ന ഡെഫിനിഷൻ വരിക. കൃത്യമായിട്ട് കാര്യങ്ങളെ മക്കൾ മനസ്സിലാക്കി വെക്കുക. റെഡി? അപ്പോൾ ഇക്വേഷൻ എന്താണ്? മെത്തേഡ് എന്താ ഇക്വേഷൻ? phi is equal to integral E dot ds is equal to 1 by epsilon 0 into q ന. ഇവിടെ എന്താ ഇക്വേഷൻ? phi total is equal to closed integral B dot ds is equal to 0 എന്നാണ് എന്ത്? ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ആ ഒരു അല്ലെങ്കിൽ ഗോസസ് ലോന്റെ ഇക്വേഷൻ ആയിട്ട് വരിക. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഒരു സാധനം എഴുതി വെക്കുക. മക്കളെ സെറ്റ് ആണോ? ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? റെഡി അല്ലേ? ഓക്കെ. പെർഫെക്റ്റ്. സെറ്റാണ്. 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 ഓക്കെ. Ready, ready, ready. Okay. Fine. Now listen. Next question is. എടാ നോക്കണം.
Why does Gauss's law in magnetism give a null result? ഞാൻ നേരത്തെ കൂടി പറഞ്ഞു Gauss's law in magnetism എന്തുകൊണ്ടാണ് null result സീറോ തന്നെ ആവുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ ഉത്തരാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സർഫസ് എടുക്കുന്നു, അതിന്റെ ഉള്ളിൽ ഒരു പ്ലസ് ക്യൂവും ഒരു മൈനസ് ക്യൂവും വെച്ചാൽ അതൊരു ഇലക്ട്രിക് ഡൈപോളാണ്. അപ്പൊ ഇതിന് ചുറ്റിലുമുള്ള ടോട്ടൽ ഫ്ലക്സ് എപ്പോഴും സീറോ ആ. കാരണം 1/ε0 ഇൻറ്റു പ്ലസ് ക്യൂ പ്ലസ് മൈനസ് ക്യൂ വരും, അപ്പൊ അത് സീറോ ആകും, മൊത്തം ഫ്ലക്സ് അങ്ങ് സീറോ ആകും. ഇതുപോലെ ഒരു ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റ് വെച്ചാൽ എന്തായാലും ഇതൊരു മാഗ്നറ്റിക് ഡൈപോൾ ആണ്. അപ്പോൾ ഒരു പോൾ സ്ട്രെങ്തിനെ നോർത്ത് പോൾ സ്ട്രെങ്തിനെ പോസിറ്റീവ് ആക്കി എടുത്താൽ സൗത്ത് പോളിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ആക്കി എടുക്കണം. അപ്പോൾ രണ്ടുകൂടി സം ചെയ്യുമ്പോൾ സീറോ ആണ് കിട്ടുക. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഓവർ ദിസ് ക്ലോസ്ഡ് സർഫസ് ബിക്കം സീറോ. അപ്പോൾ ആൻസർ എന്താണ്? ഇവിടെ നമുക്ക് സപ്പോസ് ഇവിടെ നമുക്ക് നോർത്ത് പോളിനെ മാത്രം വരുത്താൻ പറ്റി, അങ്ങനെയാണെങ്കിൽ Gauss's law സീറോ ആവില്ലായിരുന്നു. പക്ഷെ നോർത്ത് പോൾ വെച്ചാൽ എടുത്ത് ആരും ഉണ്ടാവും, സൗത്ത് പോൾ ഉണ്ടാവും. അതുകൊണ്ട് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഈ ഒരു Gauss's law സീറോ ആവില്ലായിരുന്നു. മോണോപോൾ എക്സിസ്റ്റ് ചെയ്യില്ല, അതുകൊണ്ട് എന്താ ഡൈപോൾ മാത്രമേ ഉള്ളൂ മാഗ്നറ്റിസത്തിൽ. അതുകൊണ്ട് എന്താ Gauss's law എപ്പോഴും റിസൾട്ട് ചെയ്യുക എന്തായിരിക്കും? സീറോ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. റെഡി? സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മക്കളെ എല്ലാ ഏരിയാസ് ഞാൻ കവർ ചെയ്യാൻ പോവാം. നെക്സ്റ്റ് വൺ ഈസ് ഡിഫൈൻ മാഗ്നറ്റൈസേഷൻ. എന്താണ് മാഗ്നറ്റൈസേഷൻ? എടാ മാഗ്നറ്റൈസേഷൻ ഞാൻ പറയുന്നതിന്റെ മുൻപായിട്ട് എന്താണ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്നുള്ളത് ഞാൻ പറയാം. എന്താണ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി? മാഗ്നറ്റിക് ഇന്റൻസിറ്റി എച്ച് വെച്ചാണ് കാണിക്കുക. എന്താണ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് ചോദിച്ചാൽ മക്കളെ, ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ആ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കഴിവാണ് എന്ത്? മാഗ്നറ്റിക് ഇന്റൻസിറ്റി. അതായത് ഒരു മെറ്റീരിയൽ, ഒരു ഇരുമ്പിന്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു സോഫ്റ്റ് അയൺ, ഒരു പച്ചിരുമ്പ്, ഒരു സോഫ്റ്റ് അയണിനെ ഞാൻ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിന് ആ പച്ചിരുമ്പിനെ ആ സോഫ്റ്റ് അയണിനെ എത്രത്തോളം മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും, ആ ഒരു കഴിവുണ്ടല്ലോ മാഗ്നറ്റിക് ഫീൽഡിന്റെ, ആ ഫീൽഡിന്റെ കഴിവാണ് എന്ത്? മാഗ്നറ്റിക് ഇന്റൻസിറ്റി. സോ മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ടു മാഗ്നറ്റൈസ് എ മെറ്റീരിയൽ മീഡിയം ഓർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ മീഡിയം എന്ന് പറഞ്ഞാലും മതി. സോ എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കഴിവിനെയാണ് മക്കളെ എന്തെന്ന് പറയാ? മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് പറയാം. സെറ്റ് ആണല്ലോ? അതാണ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ B/μ0 എന്നെഴുതാം. B0/μ0 B/μ0 എന്ന് പറയാം. സോ ഫ്രം ഹിയർ എടാ മറ്റൊരു ഇക്വേഷൻ നമുക്ക് എഴുതാം. H is equal to Ni എന്നൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഒന്നുകിൽ B/μ0 അല്ലെങ്കിൽ H is equal to എന്താണ്? Ni. ഇത് രണ്ടും എന്താണ്? നമ്മളുടെ മാഗ്നറ്റിക് ഇന്റൻസിറ്റിന്റെ ഇക്വേഷൻസ് ആണ്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? റെഡി? ഇനി മക്കളെ നോക്കടാ, ഇനി ഞാൻ പറയാൻ പോവാണ് എന്താണ് മാഗ്നറ്റൈസേഷൻ. നോക്ക്, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു മെറ്റീരിയൽ മീഡിയത്തെ ഒരു മാഗ്നറ്റൈസിംഗ് ഫീൽഡ് വെക്കുമ്പോൾ, അല്ലെ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ഇയാളെ മാഗ്നറ്റൈസ് ചെയ്യും. മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ ഇതാണ് ഇപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിച്ചോ. ഈ ഫീൽഡിന് എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഇന്റൻസിറ്റി ഉണ്ട്. അവൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇവിടെ വെക്കാൻ പോകുന്ന ആളെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുക, ഇയാളെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു കഴിവ്, ആ ഫീൽഡിന്റെ ഞാൻ ഇവിടെ വെച്ച ഈ വയലറ്റ് സാധനത്തിനെ മാഗ്നറ്റൈസ് ചെയ്യാനുള്ള എന്റെ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ കഴിവാണ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. ആ മാഗ്നറ്റിക് ഇന്റൻസിറ്റിയിൽ ഞാൻ ഈ ഒരു മെറ്റീരിയലിനെ വെക്കുന്ന സമയത്ത് എന്റെ ഈ മെറ്റീരിയല് മാഗ്നറ്റ് ആയിട്ട് മാറും. മാഗ്നറ്റ് ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളില് ഒരുപാട് മാഗ്നറ്റിക് ഡൈപോൾസ് ഉണ്ടാകും. ഒരുപാട് എന്തുണ്ടാകും? മാഗ്നറ്റിക് ഡൈപോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ മാഗ്നറ്റിക് ഡൈപോൾസ് യൂണിറ്റ് വോളിയത്തിൽ എത്ര ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുന്നുണ്ട് നോക്കാം. ഓക്കെ അല്ലെ? ഇങ്ങനെ കുറെ മാഗ്നറ്റിക് ഡൈപോൾസ് ഉണ്ടാകും, കുറെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടാകും. യൂണിറ്റ് വോളിയത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ഡൈപോൾ മൊമെന്റിനെ വിളിക്കുന്ന പേരാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഓർ സിംപ്ലി മാഗ്നറ്റൈസേഷൻ. എം വെച്ചാണ് കാണിക്കാം. അപ്പൊ എം എന്ന് പറഞ്ഞാൽ എന്താ പറയുക മക്കളെ? ഇതെങ്ങനെ കാണാം? യൂണിറ്റ് വോളിയത്തിൽ ഉണ്ടായ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആ കാണേണ്ടത്. അതെങ്ങനെ കാണാം? ടോട്ടലി ഉണ്ടായ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം അടിച്ചാൽ മതി. സോ എന്താണ് മക്കളെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ?
നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. ഇതാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. കൃത്യമായിട്ട് എന്താണ് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ട് നീങ്ങണം. അതർവൈസ് പ്രശ്നം കേട്ടോ. കറക്റ്റ് മനസ്സിലാക്കുക എന്താ സാധനം എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത് എന്താ മാഗ്നറ്റിക് ഇന്റൻസിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്താണെന്നുള്ളത് കൃത്യമായി പറഞ്ഞു. എച്ച് എന്താ നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ടു മാഗ്നറ്റൈസ് എ മെറ്റീരിയൽ മീഡിയം, ദാറ്റ് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. എച്ച് എന്ന് പറഞ്ഞാൽ B by mu 0 ആണ് നമ്മളുടെ ഇക്വേഷൻ. H എന്ന് പറഞ്ഞാൽ എന്താണ്, B by mu 0. ഇവിടുന്ന് അല്ലെങ്കിൽ H is equal to എന്ത് എന്നും പറയാം, Ni എന്നും പറയാം. N പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. I എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് ആണ്. ഇത് രണ്ടും അതിന്റെ യൂണിറ്റ് ആണ്. ഇനി മാഗ്നറ്റിക് ഇന്റൻസിറ്റിന്റെ യൂണിറ്റ് ആണ് ആംബിയർ പെർ മീറ്റർ ട്ടോ, അല്ലെങ്കിൽ ആംബിയർ മീറ്റർ ഇൻവേഴ്സ് എന്നും പറയാം. ഇതാണ് മാഗ്നറ്റിക് ഇന്റൻസിറ്റിന്റെ യൂണിറ്റ്. ഇനി മക്കളെ എന്താണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ, എടാ ഞാൻ ഒരു മെറ്റീരിയലിനെ ഒരു മാഗ്നറ്റൈസിങ് ഫീൽഡ് വെക്കുകയാണ്, അപ്പൊ അയാൾ മാഗ്നറ്റായി മാറും. ഓക്കെ, സോ ഒരു മെറ്റീരിയലിനെ ഒരു മാഗ്നറ്റൈസിങ് ഫീൽഡിൽ ഞാൻ വെക്കുമ്പോൾ എവിടെയാടാ, യൂണിറ്റ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി ഉള്ള ഒരു മാഗ്നറ്റൈസിങ് ഫീൽഡിൽ വെക്കുമ്പോൾ ആ ബോഡിയിൽ, ആ മെറ്റീരിയലിൽ എത്ര ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഉണ്ടാവുന്നുണ്ടോ അതാണ് സസെപ്റ്റിബിലിറ്റി. യൂണിറ്റ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി ഉള്ള ഫീൽഡിൽ ഞാൻ ഒരു മെറ്റീരിയലിനെ വെക്കുമ്പോൾ ആ മെറ്റീരിയലിൽ എത്ര ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ സിംപ്ലി മാഗ്നറ്റൈസേഷൻ ഉണ്ടാകുന്നുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് സസെപ്റ്റിബിലിറ്റി. അപ്പൊ എന്താ സസെപ്റ്റിബിലിറ്റി? ഇറ്റ് ഈസ് ദ intensity of magnetization developed in a material when it is subjected to a magnetic field having unit magnetic intensity. സെറ്റ് ആണല്ലോ. ഈ സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ എന്താണ്, സസെപ്റ്റിബിലിറ്റി ഈസ് ഈക്വൽ ടു ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ബൈ മാഗ്നറ്റിക് ഇന്റൻസിറ്റി. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം ഈ സാധനം എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ രീതിയിലേക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പൊ എന്താ മക്കളെ, ഇറ്റ് ഈസ് ദ ratio between intensity of magnetization and magnetic intensity. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മളുടെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ. മക്കളെ മറക്കല്ലേ. ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ, ഈ സസെപ്റ്റിബിലിറ്റിക്ക് യൂണിറ്റ് ഇല്ല. ഓക്കെ, കാരണം ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷന്റെയും മാഗ്നറ്റിക് ഇന്റൻസിറ്റിയുടെയും യൂണിറ്റ് സെയിം ആണ്. അതുകൊണ്ട് രണ്ട് യൂണിറ്റ് കട്ടായി പോകും. രണ്ടാളുടെയും യൂണിറ്റ് എന്താടാ, ആംബിയർ പെർ മീറ്റർ. രണ്ടിന്റെ യൂണിറ്റ് എന്താണ്, ആംബിയർ പെർ മീറ്റർ. അതുകൊണ്ട് കട്ടായി പോകും. സോ സസെപ്റ്റിബിലിറ്റിക്ക് എന്തില്ല, യൂണിറ്റ് ഇല്ല. വെരി ഇമ്പോർട്ടന്റ് ഏരിയ. ഇനി മക്കളെ അടുത്തതാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിനു മുൻപ് ആദ്യം എന്താണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളത് പഠിക്കണം. എന്താണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ? മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബി ആണ്. എന്താ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഞാൻ പറഞ്ഞു ഒരു മെറ്റീരിയലിനെ ഒരു യൂണിറ്റ് മാഗ്നറ്റൈസിംഗ് ഫീൽഡ് വെക്കുമ്പോൾ ആ മെറ്റീരിയൽ മീഡിയത്തിന്റെ ഉള്ളിൽ കുറെ മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടാവും. യൂണിറ്റ് ഏരിയയിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണത്തെയാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാം. അപ്പൊ എന്താ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ. ഇറ്റ് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബി. ഓക്കെ ആണല്ലോ. ഇതാണ് ബി. ബി എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി മക്കളെ കേൾക്ക്, എന്താണ് പെർമിയബിലിറ്റി? പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിനെ ഞാൻ ഒരു മാഗ്നറ്റൈസിംഗ് ഫീൽഡ് വെക്കുമ്പോൾ ആ മെറ്റീരിയലിന്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ബിക്കോസ് അത് മാഗ്നറ്റ് ആയിട്ട് മാറും. അപ്പൊ അതിനുള്ളിൽ കുറെ ഫീൽഡ് ലൈൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഞാൻ
ഒരു മെറ്റീരിയലിനെ ഒരു യൂണിറ്റ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി ഉള്ള മാഗ്നറ്റൈസിംഗ് ഫീൽഡിൽ വെക്കുമ്പോൾ ആ മെറ്റീരിയലിന്റെ ഉള്ളിൽ എത്ര മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാവുന്നുണ്ടോ അതിനെയാണ് എന്തെന്ന് വിളിക്കുക, മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് വിളിക്കുക. സോ മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി ഉള്ള ഫീൽഡിൽ ഞാൻ ഒരു മെറ്റീരിയലിനെ വെക്കുമ്പോൾ, ഓക്കെ, ഒരു മെറ്റീരിയലിനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി ഉള്ള ഫീൽഡിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഇൻഡക്ഷനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. സോ B/H ആണ് അതിന്റെ ഇക്വേഷൻ mu. അപ്പൊ നമ്മൾ പറയാം മക്കളെ, ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. റേഷ്യോ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു മക്കളെ. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണല്ലോ? സെറ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, പെർമിയബിലിറ്റിയും അതോടുകൂടി കംപ്ലീറ്റ് ആയി. ഇനി റിലേഷൻ ബിറ്റ്വീൻ എന്താണ്? റിലേറ്റീവ് പെർമിയബിലിറ്റി ആൻഡ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. റിലേറ്റീവ് പെർമിയബിലിറ്റിയും മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. സെറ്റ് അല്ലേ? സോ ലിസൺ. അപ്പൊ ഞാൻ പറയാടാ, ആദ്യം നോക്കടാ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഞാൻ ഒരു മാഗ്നറ്റൈസിംഗ് ഫീൽഡിൽ ഒരു ബോഡിയെ വെക്കുമ്പോൾ, ഒരു ബോഡിയെ പ്ലേസ് ചെയ്യുമ്പോൾ, ഒരു ബോഡിനെ എങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ചോദിച്ചാൽ, അതിന്റെ ഉള്ളിൽ കൂടെ ആദ്യം പോയിരുന്ന കുറച്ച് ഫീൽഡ് ലൈൻസ് അവിടെ ഉണ്ട്, കണ്ടല്ലോ. പ്ലസ് അഡീഷണൽ ആയിട്ട് ഈ മെറ്റീരിയൽ മാഗ്നറ്റ് ആയതുകൊണ്ട് അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി ഫീൽഡ് ലൈൻസ്, കണ്ടോ, കുറച്ച് ബ്ലൂ ലൈൻസ് വരച്ചത് കണ്ടോ, കുറച്ചും കൂടി ഫീൽഡ് ലൈൻസ് അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം അവിടെ ഉണ്ടായിരുന്ന ഫീൽഡ് ലൈൻസും പിന്നെ ഇപ്പൊ അഡീഷണൽ ആയി ഉണ്ടായതും ഉണ്ടാവും. സെറ്റ് അല്ലേ? സോ ടോട്ടൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ത്രൂ ദാറ്റ് മെറ്റീരിയൽ ഇസ് ഈക്വൽ ടു μ0H. ഈ μ0H പറഞ്ഞാൽ എന്താ പറയുക, ആ മെറ്റീരിയൽ വെക്കുന്നതിന്റെ മുൻപ് ആ മെറ്റീരിയൽ വെച്ച സ്ഥലം ഉണ്ടല്ലോ, അതിൽക്കൂടെ കടന്നു പോയ യൂണിറ്റ് ഏരിയ കൂടെ കടന്നു പോയ ഫീൽഡ് ലൈൻസിന്റെ എണ്ണമാണ് μ0H എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് μ0M? μ0M എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മെറ്റീരിയൽ വെച്ചപ്പോ ആ മെറ്റീരിയൽ മാഗ്നറ്റ് ആയതിന്റെ ഫലമായിട്ട് അവിടുത്തെ യൂണിറ്റ് ഏരിയ കൂടെ ഇപ്പൊ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിന്റെ എണ്ണം ഫുൾ അല്ല, നേരത്തെ ഉള്ളത് കഴിച്ച് ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടായത്. അപ്പൊ അതിനോട് കൂട്ടുമ്പോൾ അല്ലേ ടോട്ടൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കിട്ടുക. സോ ബി എന്താ? μ0H plus μ0M ആണ്. H is magnetic intensity, M is intensity of magnetization. That is equal to μ0 into H plus M എന്ന് എഴുതാം. ഇതാണ് B. ഇനി എന്താ ചെയ്യേണ്ടത് മക്കളെ? നിരത്തി H കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. നിരത്തി H കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് B/H ഉണ്ടാകും. μ0 into H plus M by ഒരു H ഉണ്ടാവും. എന്താ മക്കളെ? B/H ഇപ്പൊ പഠിച്ചില്ലേ? എന്താ B/H? mu ആണ്, is equal to μ0 into H/H 1 ആണ്, പിന്നെ M/H ഉണ്ടാവും. M/H പഠിച്ചു, സസെപ്റ്റിബിലിറ്റി കൈ ആണ്. അപ്പൊ എന്താ? mu/μ0 is equal to 1 plus chi. mu/μ0 എന്താണ്? mu/μ0 μr അല്ലേ? μr എന്താ മക്കളെ? 1 plus chi. So we got the relation between relative permeability and എന്താ മക്കളെ? റിലേറ്റീവ് പെർമിയബിലിറ്റി ആൻഡ് എന്താണ്? സസെപ്റ്റിബിലിറ്റി നമുക്ക് കിട്ടി. മക്കളെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബി കെയർഫുൾ. അപ്പൊ ഞാൻ ഈ ലാസ്റ്റിലേക്ക് എടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ലാസ്റ്റിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഒന്ന് മാഗ്നറ്റിക് ഇന്റൻസിറ്റി, രണ്ട് എന്താണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, മൂന്ന് എന്താണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ, നാല് എന്താണ് സസെപ്റ്റിബിലിറ്റി, എന്താണ് പെർമിയബിലിറ്റി. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം, ആര് തമ്മിലുള്ള ബന്ധം? റിലേറ്റീവ് പെർമിയബിലിറ്റിയും സസെപ്റ്റിബിലിറ്റി തമ്മിലുള്ള ബന്ധവും നിങ്ങൾ പഠിച്ചു വെക്കുക. μr is equal to 1 plus chi. സസെപ്റ്റിബിലിറ്റിയോട് കൂടി ഒന്ന് കൂട്ടിയാൽ എന്ത് കിട്ടും? റിലേറ്റീവ് പെർമിയബിലിറ്റി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? പിന്നെ ഈ ചാപ്റ്ററിന്റെ അവസാനത്തിലേക്ക് വരുന്ന, ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട് മക്കളെ. എന്താ പറയുക നിങ്ങൾക്ക്? ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റിലേക്ക് വരുന്ന കാര്യം എന്താ പറയുക നിങ്ങൾക്ക്? ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റിലേക്ക് വരുന്ന കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ്. അതായത് മൂന്ന് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ഒന്ന് ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക്. മക്കളെ ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. ഡയാ, പാരാ, ഫെറോ എന്താന്നുള്ളത് കൃത്യമായി ഞാൻ ഇവിടെ ഒരു കോളം വരച്ച് കാണിച്ചിട്ട് അങ്ങ് പഠിച്ചാൽ മതി മൊത്തമായി. ഓക്കെ, നൗ ലിസൺ.
എന്താണ് ഡയ? ഡയ എന്ന് പറഞ്ഞാൽ ഡയന്റെ പ്രത്യേകത ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ റിപ്പൽഡ് ബൈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ അല്ലേ? ഡയ എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സ്റ്റേണൽ ഫീൽഡിന് ഇഷ്ടമല്ല. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റ്. ഒന്നുമില്ല, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന് എതിരായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഏല്? ഡയാമാഗ്നറ്റിക്കലി. ഓക്കെ ആണല്ലോ? സോ ഈ ഡയാമാഗ്നറ്റിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഓക്കെ, ആ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു വെച്ചാല് ഒരു എക്സ്റ്റേണൽ ഫീൽഡ് കൊണ്ടുപോയി വെച്ചാല് ആ എക്സ്റ്റേണൽ ഫീൽഡിന്റെ സ്ട്രോങ്ങർ പാർട്ടിൽ നിന്ന് വീക്കർ പാർട്ടിലേക്ക് പോകും. സ്ട്രോങ്ങർ വീക്കറിൽ പോവാറുണ്ട് എന്താ? ആ ഫീൽഡിൽ നിന്ന് അകന്നു പോവാന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രോങ്ങർ പാർട്ടിൽ നിന്ന് വീക്കർ പാർട്ടിലേക്ക് ആര് പോകുന്നു? ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ പോകുന്നു. അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ എന്താ? ഡയാണ്. അപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രോങ്ങർ പാർട്ടിൽ നിന്ന് വീക്കർ പാർട്ടിലേക്ക് ഒരു മെറ്റീരിയൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അതെന്താണ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്, സംശയമില്ല. സെറ്റ് ആണല്ലോ? ഇനി അടുത്ത് മക്കളെ, ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ പ്രത്യേകത അതിന്റെ സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. നെഗറ്റീവ് വാല്യൂ പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അവിടെ സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് എന്ന് പറഞ്ഞാല് അവിടെ റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയെന്നതിന്റെ മീനിങ്. എന്ന് പറഞ്ഞാല് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡില് ഡയനെ കൊണ്ടുപോയി വെക്കുമ്പോ ആ ഡയന്റെ ഉള്ളില് പുറത്തുള്ള ഫീൽഡിന്റെ എതിരിൽ എന്തുണ്ടാക്കാന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാന്നാണ് അതിന്റെ മീനിങ്. മക്കളെ മറന്നു പോകരുത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. സെറ്റ് അല്ലടാ? റെഡി അല്ലേ? പെർഫെക്റ്റ് അല്ലേ? സെറ്റ് സെറ്റ് സെറ്റ്. നൗ ലിസൺ. എടാ സസെപ്റ്റിബിലിറ്റി നമുക്ക് അറിയാം ലെസ് ദാൻ 0 ആണ്. അപ്പൊ സസെപ്റ്റിബിലിറ്റിയോട് കൂടി ഒന്ന് കൂട്ടിയാൽ എന്തായി? മ്യൂ ആർ ആയി. അപ്പൊ ഇവിടെ ഒന്ന് കൂട്ടുക, അവിടെ ഒന്ന് കൂട്ടുക. അപ്പൊ എന്താ? മ്യൂ ആർ ലെസ് ദാൻ 1 അല്ലേ വരിക? ഇവിടെ ഒന്ന് കൂട്ടിയാൽ എന്തായി? അത് മ്യൂ ആർ ആയി. ഇവിടെ ഒന്ന് കൂട്ടിയാൽ എന്തായി? അത് 1 ആയി. അപ്പൊ എന്താ? മ്യൂ ആർ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാല് റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എപ്പോഴും ഒന്നിനേക്കാൾ താഴെ പോയിന്റ് നമ്പേഴ്സ് ആയിരിക്കും. പോയിന്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0.1, 0.2, 0.3, 0.4, 0.5 up to 0.99 ഇത് 1 വരെ. ഓക്കെ, 1ന്റെ താഴെ ആയിരിക്കും എന്തുണ്ടാവുക? റിലേറ്റീവ് പെർമിയബിലിറ്റി. പഠിച്ചു വെക്കണം. നെക്സ്റ്റ് എക്സാമ്പിൾ വെള്ളം NaCl, ഉപ്പ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ചിത്രം കണ്ടാ മനസ്സിലാവണം. ഡയക്ക് ഇഷ്ടമല്ല എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. എക്സ്റ്റേണൽ ഫീൽഡ് കൊണ്ടുവച്ചപ്പോ കണ്ടങ്ങള് എന്താ? എക്സ്റ്റേണൽ ഫീൽഡ് കൊണ്ടുപോയപ്പോ ഇവന്റെ ഉള്ളിൽ കൂടെ ആ എക്സ്റ്റേണൽ ഫീൽഡിനെ കടത്തിവിടാൻ തയ്യാറല്ല. പുറത്തു കൂടെ പോയാൽ മതി മക്കളെ എന്നാ പറഞ്ഞത്. ആര്? ഡയക്ക് ഇഷ്ടമല്ല എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, പുറത്തു കൂടെ വിടുക. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് നിങ്ങൾ ഡയന്റെ കേസ് പഠിച്ചു നോക്കുക. പാരയാണെങ്കിൽ പറഞ്ഞു അത് വീക്ക്ലി മാഗ്നറ്റൈസ് ചെയ്യും. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അത് വീക്ക്ലി മാഗ്നറ്റൈസ് ചെയ്യും. സ്ട്രോങ്ലി അല്ല, വീക്ക്ലി മാഗ്നറ്റൈസ് ചെയ്യും. ചെറിയ രീതിയിൽ എന്ത് ചെയ്യും? അത് മാഗ്നറ്റൈസ് ചെയ്യും. ആർക്ക്? എലോങ് ആയിട്ട്, എക്സ്റ്റേണൽ ഫീൽഡിന് എലോങ് ആയിട്ട്, അതിന് സപ്പോർട്ടീവ് ആയിട്ട്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കാറ് മക്കളെ? ഈ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എപ്പോഴും വീക്കർ പാർട്ടിൽ ഫീൽഡിന്റെ എക്സ്റ്റേണൽ ഫീൽഡിന്റെ വീക്കർ പാർട്ടിൽ നിന്ന് സ്ട്രോങ്ങർ പാർട്ടിലേക്കാണ് ചെറുതായിട്ടെങ്കിലും എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. സോ മൂവ് ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് അല്ല, ബിക്കോസ് ഫീൽഡ് ആർക്ക് എലോങ് ആണ്? എക്സ്റ്റേണൽ ഫീൽഡിന് എലോങ് ആണ്. ഉള്ളിൽ ഉണ്ടാവുന്ന ഫീൽഡ് എക്സ്റ്റേണൽ ഫീൽഡിന് എലോങ് ആണ്. അതുകൊണ്ട് തന്നെ സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആണ്, പക്ഷെ ചെറിയ വാല്യൂ ഉണ്ടാവുള്ളൂ. ഓക്കെ, 0-നേക്കാൾ കൂടുതലാണ്, ചെറിയ വാല്യൂ ഉണ്ടാവുള്ളൂ. സെറ്റ് ആണല്ലോ? റെഡി? ഓക്കെ, അപ്പൊ കൈ >0 ആണ്, സ്മോൾ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി മക്കളെ എന്താ? മ്യൂ ആർ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എന്താണ്? പാരാമാഗ്നറ്റിക് ആണെങ്കിൽ അത് 1-നേക്കാൾ കൂടുതലാണ്. കാരണം സസെപ്റ്റിബിലിറ്റി 0-നേക്കാൾ കൂടുതലാവുമ്പോ റിലേറ്റീവ് പെർമിയബിലിറ്റി 1-നേക്കാൾ കൂടുതൽ. കാരണം സസെപ്റ്റിബിലിറ്റിയോട് കൂടി 1 കൂട്ടുമ്പോൾ എന്ത് കിട്ടുക? റിലേറ്റീവ് പെർമിയബിലിറ്റി കിട്ടുക. അതിന്റെ എക്സാമ്പിൾ മക്കളെ അലുമിനിയം, സോഡിയം, കാൽഷ്യം. അലുമിനിയവും സോഡിയവും കാൽഷ്യവും ഒക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? അഥവാ എക്സാമ്പിൾസ് ചോദിക്കാൻ മക്കൾ എഴുതണം. ഓക്കെ, ഡയക്ക് എന്തിനും എക്സാമ്പിൾ? വെള്ളം, വാട്ടർ. അതുപോലെ തന്നെ NaCl ഒക്കെ എക്സാമ്പിൾസ് ആണ്, ഡയക്ക് എക്സാമ്പിൾസ് ആണ്. എന്നാൽ ഇതോ പിന്നെ പാരക്കാണെങ്കിലോ പാരക് അലുമിനിയം, സോഡിയം, കാൽഷ്യം ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ്. ചെറിയ രീതിയിൽ മാഗ്നറ്റൈസ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ ഫീൽഡ് കണ്ടാ മനസ്സിലാക്കണം. നോക്കടാ, ഇഷ്ടാണ് ആർക്ക്?
പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സ്റ്റേണൽ ഫീൽഡിനെ ചെറുതായിട്ടൊക്കെ ഇഷ്ടം, വലുതായിട്ടല്ല ചെറുതായിട്ട്. അതുകൊണ്ട് പുറത്തു പോകുന്ന ഫീൽഡിനെയും കൂടി കുറച്ച് അങ്ങനെ അകത്തേക്ക് വലിച്ചു കയറ്റും. ആര്? പാരാമാഗ്നറ്റിക്. ചില മക്കളെ കണ്ടാ മനസ്സിലാക്കിയോളാം പാരയാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ്, അപ്പൊ ഫെറോക്ക് എന്താ? കൊമ്പുണ്ടോ? ഫെറോക്ക് കുറച്ച് കൊമ്പുണ്ട്. നോക്കുക, ഫെറോ ഒന്നുകൂടി സ്ട്രോങ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ പാരന്റെ മുത്താപ്പയാണ് എന്ത്? ഫെറോ എന്ന് പറഞ്ഞാല് സ്ട്രോങ്ലി മാഗ്നറ്റൈസ് ചെയ്യും. ഇവനെ എക്സ്റ്റേണൽ ഫീൽഡ് കൊണ്ടുവച്ചാൽ സ്ട്രോങ് മാഗ്നറ്റായി മാറും. ഓക്കെ, അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ ഈ ഫെറോനെ കൊണ്ടുവച്ചാൽ അതിന്റെ വീക്കർ പാർട്ടിന്ന് സ്ട്രോങ്ങർ പാർട്ടിൽ നല്ല പോക്ക് പോകും. ആ ഒരു ഫെറോ. ഓക്കെ, സോ മൂവ് ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്, കൈയിന്റെ വാല്യൂ. ഓക്കെ, സസെപ്റ്റിബിലിറ്റിന്റെ വാല്യൂ ഒന്നിനേക്കാൾ കൂടുതൽ നല്ല കൂടുതലാണ്. ഒന്നിനേക്കാൾ നല്ലോണം സസെപ്റ്റിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് ഉള്ളിൽ നല്ലോണം മാഗ്നറ്റിക് ഫീൽഡ് ആവുന്നത്. ഓക്കെ, കണ്ടോ? ഉള്ളിൽ നല്ല സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവനേക്കാളും കൂടുതൽ വിടും. ഇതിൽ കൂടെ ഭയങ്കര ഇഷ്ടമാണ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. സോ സസെപ്റ്റിബിലിറ്റി ഒന്നിനേക്കാൾ വളരെ കൂടുതലാണ്. അപ്പൊ പെർമിയബിലിറ്റിയോ ഒന്നിനേക്കാൾ ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, കാരണം ഇവനേക്കാൾ എന്തായാലും ഒന്ന് കൂടുതലോ, ഒരെല്ല് കൂടുതലാ. സസെപ്റ്റിബിലിറ്റിയിലേക്കാളും ഒരെല്ല് കൂടുതലാ. ആർക്ക്? മ്യൂആറിന്. ഒരെല്ല് പറഞ്ഞാൽ ഒന്ന് കൂടുതലാണ്. ഓക്കെ ആണല്ലോ? സെറ്റ്. അപ്പൊ സസെപ്റ്റിബിലിറ്റി ഒന്നിനേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്താ? ഒന്നിനേക്കാൾ നല്ല കൂടുതൽ തന്നെയാണ്. സെറ്റ് അല്ലേ? അയൺ, കൊബാൾട്ട്, നിക്കൽ ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഫീൽഡ് ലൈൻസ് ഭയങ്കരമായിട്ടുള്ള കൂടെ കോൺസെൻട്രേറ്റ് ഉണ്ടാവും. ഇങ്ങനെ പോകും ഫീൽഡ് ലൈൻസ്. റൈറ്റ്? ഈ ഒരു കമ്പാരിസൺ നിങ്ങൾ നിർബന്ധമായിട്ടും എക്സാമിനേഷനിൽ പഠിച്ചു വെക്കണം മക്കളെ. വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് വൺ ഈസ് how will you classify magnetic materials in terms of their susceptibility? ഞാൻ പറഞ്ഞു സസെപ്റ്റിബിലിറ്റി വെച്ച് നിങ്ങൾ എങ്ങനെയാണ് മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുക മക്കളെ? സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആണോ? ഒന്നും നോക്കണ്ട, സാധനം എന്താ? ഡയ. സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആണ്, പക്ഷെ ചെറിയ വാല്യൂ ആണ്. പോസിറ്റീവ് സ്മോൾ നമ്പർ ആണോ? പാര. സസെപ്റ്റിബിലിറ്റി ഭയങ്കര കൂടുതലാണോ? ഒന്നിനേക്കാൾ വളരെ കൂടുതലാണോ? ഒന്നും നോക്കണ്ട, ഫെറോ. കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, റിലേറ്റീവ് പെർമിയബിലിറ്റി വെച്ച് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ പറഞ്ഞു? നമ്മൾ റിലേറ്റീവ് പെർമിയബിലിറ്റി നെഗറ്റീവ് എന്ന വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഒന്നിനേക്കാൾ താഴെ, സീറോനേക്കാൾ കൂടുതൽ, അതാരാ? ഡയക്ക്. ഒന്നിനേക്കാൾ ചെറിയ രീതി കൂടുതൽ, അതാർക്കാ? പാരക്ക്. ഒന്നിനേക്കാൾ വളരെ വലിയ നമ്പർ, അതാർക്കാ? ഫെറോക്ക്. ഓക്കെ അല്ലേ? പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഡയന്റീൻ, പാരന്റീൻ, ഫെറന്റീൻ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. കുറച്ചുകൂടി സ്ട്രോങ് എക്സാമ്പിൾസ് കിടക്കുകയാണെങ്കിൽ വാട്ടർ ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്. ഇതൊക്കെ എന്താ? ഡയക്ക് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നമ്മൾ കോമൺലി കാണുന്ന മിക്ക സബ്സ്റ്റൻസും ഡയാമാഗ്നറ്റിക് ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ്, അലുമിനിയം, സോഡിയം, കാൽഷ്യം, മാഗ്നീഷ്യം, പ്ലാറ്റിനം, ടങ്സ്റ്റൺ ഇതൊക്കെ പാരാമാഗ്നറ്റിക് ആണ്. എന്താ മക്കളെ? പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഇനി ഫെറോ ആണെങ്കിൽ അയൺ, കൊബാൾട്ട്, നിക്കൽ, ഗഡോലിനിയം, Fe2 ഇതൊക്കെ എന്ത് എക്സാമ്പിൾസ് ആണ്? ഫെറോക്ക് എക്സാമ്പിൾസ്. ഓക്കെ, എക്സാമ്പിൾസും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. കണ്ടാ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു പുറത്തു കൂടെ വിടുകയാണെങ്കിൽ ഡയ, ഉള്ളിൽ കൂടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പാര, ഉള്ളിൽ കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് വിടുകയാണെങ്കിൽ എന്താ? ഫെറോ. ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ്, മെൻഷൻ ദ ബിഹേവിയർ ഓഫ് എ ഡയ ആൻഡ് ഫെറോ മെറ്റീരിയൽസ് വെൻ ദേ ആർ പ്ലേസ്ഡ് ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ പറഞ്ഞു അത്. ഓക്കെ അല്ലേ? നോൺ യൂണിഫോം ഫീൽഡ് വെക്കുമ്പോൾ ഡയക്ക് എന്താ സംഭവിക്കുക? അത് സ്ട്രോങ്ങർ പാർട്ടിൽ നിന്ന് വീക്കിലേക്ക് പോകും. ഫെറോക്ക് എന്താ സംഭവിക്കുക? അത് വീക്കർ പാർട്ടിൽ നിന്ന് സ്ട്രോങ്ങർ പാർട്ടിലേക്ക് പോകും. എന്ന് പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി അടുത്ത് എന്താ മക്കളെ? എന്താ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം കാണിക്കുന്ന, അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടക്ടിവിറ്റി കാണിക്കുന്ന, സീറോ റെസിസ്റ്റിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ എന്താണ് മക്കളെ? സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ അല്ലേ? സെറ്റ്. നെക്സ്റ്റ് വൺ ഈസ് മക്കളെ, ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് ഞാൻ കവർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റു കുറച്ച് കോൺസെപ്റ്റ്സും കൂടി ബാക്കിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു ബാർ മാഗ്നറ്റ് എന്താണ്? ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡ് അല്ലെ? കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ആണ് ഒരു ബാർ മാഗ്നറ്റിന് ഇക്വലന്റ് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടോർക്ക് ഓൺ എ ഡൈപോള്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോള്, അതുപോലെ വർക്ക് ആൻഡ് റൊട്ടേറ്റ് ഡൈപോൾ ഫ്രം θ1 to θ2 ഇതൊക്കെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച സെയിം കോൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ആ ഒരു ഭാഗം കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അത് മക്കൾ എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ ഒരു ആക്സിയൽ പോയിന്റിലൊക്കെ ഇക്വേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ എല്ലാത്തിന്റെ ഇക്വേഷൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. ടോർക്കിന്റെ എന്താ? M cross B.
പൊട്ടൻഷ്യൽ എനർജി എന്താ മൈനസ് എം ഡോട്ട് ബി. ഓക്കെ, പിന്നെ വർക്ക് ഇൻ റൊട്ടേറ്റ് എന്താ എം ബി ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. അത് മക്കൾ പഠിച്ചു വെക്കാം. ഇത് ഞാൻ ഇപ്പൊ എടുത്ത ഈ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ അതിൽ കവർ ചെയ്തിട്ടുണ്ട് മക്കളെ. ഞാൻ ഈ പഠിപ്പിച്ചെന്ന് നിങ്ങൾ എന്തായാലും പഠിക്കണം, ഒരിക്കലും അത് വിട്ടു പോകരുത്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ശ്രദ്ധിക്കുക, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ എന്താണ് ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ? മക്കളെ, ഫാരഡേ രണ്ട് ലോസ് ആ പറഞ്ഞത്. ഒന്ന്, whenever the magnetic flux associated with a conductor or coil changes, an EMF will be induced in it. ഒരു കോയിലുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൽ ഒരു EMF ഉണ്ടാവുന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ ലോയിൽ എന്താണ് ഫാരഡേ പറഞ്ഞത് ചോദിച്ചാൽ, the magnitude of induced EMF is directly proportional to rate of change of magnetic flux. അതായത് ഒരു കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ മാഗ്നിറ്റ്യൂഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് രണ്ടുമാണ് ആര് പറഞ്ഞത്? ഫാരഡേ ലോസിൽ പറഞ്ഞത്. ഓക്കെ, സോ രണ്ടാമത് പറഞ്ഞ ആ സാധനം ഈ പ്രപ്പോർഷണൽ ടു d∅dt എന്നാണ്. ഈ പ്രപ്പോർഷണൽ ടു d∅dt എന്നാണ്. E is equal to മൈനസ് ഉണ്ടാവും കേട്ടോ. E is equal to ആകുമ്പോഴും കോൺസ്റ്റന്റ് എന്താ 1 ആയതുകൊണ്ട് മൈനസ് d∅dt തന്നെ എഴുതാം. സോ ഇതാണ് സെക്കൻഡ് ലോന്റെ ഇക്വേഷൻ. ഫസ്റ്റ് ലോക്ക് ഇക്വേഷൻ ഒന്നുമില്ല, ലോ മാത്രം പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ? റെഡി? ഇനി അടുത്തത് നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ് ലെൻസസ് ലോ. എന്താണ് മക്കളെ ലെൻസസ് ലോ? ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ ലെൻസസ് ലോ ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ഒരു കണ്ടക്ടറിൽ അല്ലെങ്കിൽ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഡയറക്ഷൻ നമുക്ക് പറഞ്ഞു തരിക അതാരാണ്? ലെൻസസ് ലോ ആണ്. ഓക്കെ, ലെൻസസ് ലോ ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ് or polarity of induced EMF. Okay, the direction of induced current or polarity of induced EMF is in such a way that it opposes its cause of production. അത്രേ ഉള്ളൂ. അതായത് ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. എങ്ങനെ? ഓക്കെ, അത് അതിന്റെ കാരണത്തെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലായിരിക്കും ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ എന്ത് ഡയറക്ഷൻ. അതായത് ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ കറണ്ടിന്റെ കാരണത്തെ ഇല്ലാതാക്കുന്ന രീതിയിലായിരിക്കും. അതാണ് ലെൻസസ് ലോ. ലെൻസസ് ലോ ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ്. The direction of induced current is in such a way that it opposes its cause of production. അതിന്റെ കാരണത്തെ ഇല്ലാണ്ടാക്കും. അതാണ് ലെൻസസ് ലോ. സെറ്റ് ആണല്ലോ? റെഡി? അപ്പോൾ ലെൻസസ് ലോ എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ലെൻസസ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അത് കറക്റ്റ് ആണ് മക്കളെ. അത് ഞാൻ ജസ്റ്റിഫൈ ചെയ്യാം. അപ്പോൾ നോക്കിക്കോ, എന്റെ കയ്യിൽ ഒരു കോയിൽ ഉണ്ട്. ശ്രദ്ധിക്കട്ടെ മക്കളെ, ഒരു കോയിൽ ഉണ്ട്. ഈ ഒരു കോയിലിലേക്ക് ഞാൻ ഒരു ബാർ മാഗ്നറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഇത് നോർത്ത്, ഇത് സൗത്ത് ആണ്. ഇത് ഞാൻ ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ മക്കളെ ശ്രദ്ധിക്കും, ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കാടാ? ഇത് ഞാൻ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇതിൽ ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിന്റെ പണി എന്താ? ലെൻസസ് ലോ പ്രകാരം ആ കറണ്ട് ഉണ്ടാവാനുള്ള കാരണം എന്താണോ അതില്ലാണ്ടാക്കുക. അവിടെ കറണ്ട് ഉണ്ടാവാനുള്ള കാരണം ഇയാൾ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നല്ലേ അതിന്റെ കാരണം. അപ്പൊ എന്ത് ചെയ്യണം? അയാളുടെ അങ്ങോട്ടേക്കുള്ള വരവിനെ തടസ്സപ്പെടുത്തണം. അയാളുടെ അങ്ങോട്ടേക്കുള്ള വരവിനെ തടസ്സപ്പെടുത്തണമെങ്കിൽ ഇവിടെ നോർത്ത് പോൾ ഉണ്ടാവണം, ഇവിടെ സൗത്ത് പോൾ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുന്ന രീതിയിലേ കറണ്ട് ഒഴുകാവൂ. അങ്ങനെ ഉണ്ടാവുന്ന രീതിയിൽ കറണ്ട് ഒഴുകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുന്ന സ്ഥലത്ത് കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം. എന്ത്? ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ആയിരിക്കണം. അവിടെ ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ആണോ? അത് നോർത്ത് പോളാ അല്ലെ? അത് നോർത്ത് പോൾ ആയപ്പോൾ എന്താ സംഭവിക്കുക? ഇവന്റെ ഇങ്ങോട്ടേക്കുള്ള വരവിനെ അത് ഒപ്പോസ് ചെയ്യും, തടസ്സപ്പെടുത്തും. കാരണം തടസ്സപ്പെടുത്തണം. ഓക്കെ, ലെൻസസ് ലോ പ്രകാരം തടസ്സപ്പെടുത്തും. അപ്പൊ അവിടെ ഏത് പോളാരിറ്റി കിട്ടുക? നോർത്ത് പോളാ കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും മക്കളെ? നമ്മൾ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും അല്ലെ? ആ വർക്ക്, നിങ്ങൾ ആ ചെയ്ത എക്സ്ട്രാ വർക്ക്, ഈ റിപ്പൾഷന് എഗെയിൻസ്റ്റിൽ നിങ്ങൾ ചെയ്യുന്ന എക്സ്ട്രാ വർക്ക് ഇതിൽ എന്തായിട്ട് മാറും? ഇലക്ട്രിസിറ്റി ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ? ഇലക്ട്രിസിറ്റി ആയിട്ട് മാറും.
ആ ഇലക്ട്രിസിറ്റി ഫർദർ ആയിട്ട് ഇവിടെ ഹീറ്റ് എനർജി ആയി മാറുകയും ചെയ്യും. അവിടെ കൺസർവേഷൻ ഓഫ് എനർജി ഉണ്ട്. നിങ്ങൾ ചെയ്ത മെക്കാനിക്കൽ വർക്ക് ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ആയി മാറി, അത് പിന്നെ ഫർദർ എന്തായിട്ട് മാറുക ചെയ്യുക, ഹീറ്റ് എനർജി ആയി മാറുകയാണ് ചെയ്യുക. സോ കൺസർവേഷൻ ഓഫ് എനർജി ആണ് ശരിക്കും ലെൻസസ് ലോന്റെ ആധാരം. ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പൊ ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ഇപ്പോ കോയിലൊന്നും ഇല്ലെങ്കിൽ ഇവരെ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാൻ നിങ്ങൾ കാര്യമായിട്ട് വർക്കൊന്നും ചെയ്യണ്ട. ഇവിടെ കോയിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ നീക്കുമ്പോൾ ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നടന്നിട്ട് ഇവിടെ EMF ഉണ്ടായി. ആ EMF എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഒപ്പോസ് ചെയ്യുന്നു. നിങ്ങൾ ആ ഒപ്പോസിഷൻ എഗൈൻസ്റ്റിൽ വർക്ക് ചെയ്യണം. ആ വർക്ക് ഇവിടെ എന്തായിട്ട് മാറും, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ആ ഇലക്ട്രിക്കൽ എനർജി പിന്നെ എന്തായിട്ട് മാറും, ഹീറ്റ് എനർജി ആയിട്ട് മാറും. ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത വാട്ട് ഈസ് മോഷണൽ EMF? മക്കളെ, മോഷണൽ EMF പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു കണ്ടക്ടർ, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF-നെയാണ് നമ്മൾ മോഷണൽ EMF എന്ന് പറയാട്ടോ. എന്താ പറയാ, മോഷണൽ EMF. ഞാൻ അതിന്റെ പ്രൂഫ് അങ്ങ് കാണിച്ചു തരാം മക്കളെ. വളരെ സിമ്പിൾ ആണ് പ്രൂഫ് ഒക്കെ. ഇതാ വളരെ സിമ്പിൾ ആണ്. ഇതാണ് കണ്ടക്ടർ. ഈ കണ്ടക്ടർ ഇതാ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാണ്, v വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. ഇതാ അങ്ങനെ മൂവ് ചെയ്യൂട്ടോ. ഈ ഡിസ്റ്റൻസ് y ഡിസ്റ്റൻസ് ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇയാൾ മൂവ് ചെയ്യുമ്പോൾ അയാളുമായി അസോസിയേറ്റ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലെക്സ് ദാ ഇവിടുന്ന് ഇവിടം വരെ അങ്ങ് മൂവ് ചെയ്യുമ്പോൾ അയാൾ ദാ ഇതിൻ്റെ ഉള്ളത്തെ മൊത്തം ഫ്ലെക്സിനെയും കട്ട് ചെയ്യും. അപ്പോൾ ടോട്ടൽ ഫ്ലെക്സ് ലിങ്ക് കോയിൽ എത്ര ഉണ്ടാവുക, ഫൈ ഈസ് ഈക്വൽ ടു മക്കളെ ഈ ലെങ്ത് L ആണെങ്കിൽ പറ എന്താ, ഫൈ ഈസ് ഈക്വൽ ടു B into L into Y. BLY ആണ് ടോട്ടൽ ഫ്ലെക്സ്. സോ വാട്ട് ഈസ് ഇൻഡ്യൂസ്ഡ് EMF? E is equal to minus d phi by dt ആണ്, is equal to minus d by dt of എന്താ BLY എന്നുണ്ടാവും. സോ B പുറത്ത് വരും, L പുറത്ത് വരും, dy by dt പുറത്ത് വരും അല്ലേ. എന്താ dy by dt? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y. അതായത് ഈ y എത്ര ചേഞ്ച് ആവുന്നുണ്ട്, എടാ y എത്ര ചേഞ്ച് ആവുന്നു. ഫോർ എക്സാമ്പിൾ ഓരോ സെക്കൻഡിലും 2 മീറ്റർ വെച്ച് y കുറയുന്നുണ്ട്. 2 മീറ്റർ വെച്ച് y കുറയാൻ അവൻ എന്താ 2 മീറ്റർ വെച്ച് മൂവ് ചെയ്യാം. അപ്പൊ എന്താ പറയാ, അത് അവന്റെ വെലോസിറ്റി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം മക്കളെ, ഈ dy by dt നമുക്ക് വെലോസിറ്റി എഴുതാം. സോ E will be equal to minus BLV. ഇക്വേഷൻ അയാൾ എത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാം, കോംപ്ലിക്കേറ്റഡ് ആക്കല്ല മക്കൾ. ഡെറിവേഷൻസ് പോലും എന്താണ് വളരെ സിമ്പിൾ ആണ്. സോ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ മൂവ് ചെയ്യുക കേട്ടോ. ആ ഡെറിവേഷൻ അപ്പൊ നമ്മുടെ എഴുതി ഓക്കെ ആണല്ലോ, സെറ്റ് ആണ്. അടുത്ത് ഡിഫൈൻ സെൽഫ് ഇൻഡക്ഷൻ. മക്കളെ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് സെൽഫ് ഇൻഡക്ഷൻ. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോയിലിലൂടെ ഒഴുകുന്ന കറണ്ടിലുള്ള വേരിയേഷൻ കൊണ്ട് അതേ കോയിലിൽ ഒരു EMF ഉണ്ടാകുന്ന ഫിനോമിനൻ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്, സെൽഫ് ഇൻഡക്ഷൻ. സോ വാട്ട് ഈസ് സെൽഫ് ഇൻഡക്ഷൻ? It is a phenomenon of inducing an EMF in a coil due to the variation of current in the same coil. That is known as self induction. Very simple. Define self inductance of a coil. മക്കളെ ശ്രദ്ധിക്കും, എൻ്റെ കയ്യിൽ ഒരു കോയിൽ ഉണ്ട്. ഈ കോയിലിലൂടെ ഒരു കറണ്ട് ഒഴുകുന്നുണ്ട് I. അപ്പോൾ ഈ കോയിലുമായി അസോസിയേറ്റ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ആ ഫ്ലെക്സ് അതിൽ കൂടെ ഒഴുകുന്ന കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഈ കറണ്ട് ഞാൻ കൂട്ടിയാൽ ഇവിടുത്തെ ഫ്ലെക്സും എന്ത് ചെയ്യും മക്കൾ, ഇവിടുത്തെ ഫ്ലെക്സ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ ഈ പ്രപ്പോർഷണാലിറ്റി പൊട്ടിച്ച് ഈക്വൽ ടു ആക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കിട്ടും. ആ കോൺസ്റ്റന്റ് ആണ് എന്ത്, സെൽഫ് ഇൻഡക്റ്റൻസ്. ഇവിടെ പറഞ്ഞ സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. എന്താണ് മക്കളെ L പറഞ്ഞാല് ഫൈ ബൈ I എന്ന് പറയാം. എന്താണ് I 1 ആണെങ്കിൽ if I is equal to 1 ampere, 1 ampere, I is equal to 1 ampere, I 1 ampere ആണെങ്കിൽ then L is equal to phi എന്ന് എഴുതാം. എന്താ phi? Total magnetic flux linked with that coil. അപ്പോൾ ഒരു കോയിലിന്റെ ഈ ഒരു കോയിലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ കോയിലുമായി അസോസിയേറ്റ് ചെയ്യുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. എപ്പോ? അതിൽ കൂടെ യൂണിറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, യൂണിറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത്. അപ്പം ഒരു കോയിലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ കോയിലിലൂടെ യൂണിറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കോയിലുമായി അസോസിയേറ്റ് ചെയ്യുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്, സെൽഫ് ഇൻഡക്റ്റൻസ്. സോ എന്താ സെൽഫ് ഇൻഡക്റ്റൻസ്? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് ഈസ് ദ total magnetic flux linked with that solenoid when unit current flows through it. That's all. അത്രയുള്ളൂ സംഭവം. ഓക്കെ, അത് സെറ്റ് അല്ലേ മക്കളെ? ഡിഫൈൻ ചെയ്യാൻ പഠിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് എന്താണ് ഇൻഡക്റ്റൻസിന്റെ, സെൽഫ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. എന്താ മക്കളെ? ഹെൻറി. ഓക്കെ, നെക്സ്റ്റ് the self inductance of a coil is 2 millihenry. മക്കളെ,
ഒരു കോയിലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് 2 മില്ലി പറയുമ്പോൾ 10⁻³ ഹെൻറി ആണ്. കറണ്ട് 1 ആംപിയർ. കറണ്ട് എത്രയാ മക്കളെ? 1 ആംപിയർ. ക്വസ്റ്റ്യൻ. Okay, if a current of 1 ampere is switched off in a time of 1 millisecond, yes, 1 millisecond 10⁻³ ട്ടോ. 1 millisecond കൊണ്ട് കറണ്ട് 1 ആംപിയറിന് 0 ആംപിയറിലേക്കാക്കി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇൻഡ്യൂസ്ഡ് EMF? ഇൻഡ്യൂസ്ഡ് EMF കാണണം. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ LdI/dt ആണ് അല്ലേ? ഇൻഡ്യൂസ്ഡ് EMF എന്താ? ശരിക്കും ഇൻഡ്യൂസ്ഡ് EMF പറഞ്ഞാൽ എന്താ? dϕ/dt ആണ് അല്ലേ? സെൽഫ് ഇൻഡക്ഷനിൽ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? Li ആണ്. dt വരും. L പുറത്ത് വരുമ്പോ LdI/dt എന്നുണ്ടാവും. സോ വാട്ട് ഈസ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്താ? LdI/dt ആണ്. സോ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോ L മക്കളെ തന്നിട്ടുണ്ട് 2 × 10⁻³ ആണ്. di എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കറണ്ട് ആണ്. 0 ഇത് 1 ആംപിയറിന് 0 ആംപിയർ അതെന്താ 1 വരും ബൈ ടൈം ടേക്കൺ 1 10⁻³ ഇതൊന്ന് കട്ടാവുമ്പോൾ ആൻസർ എന്താ മക്കളെ? 2 വോൾട്ട് ആണ്. എന്ത്? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. അപ്പൊ ഇവിടെ 2 വോൾട്ട് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? റെഡി. അപ്പൊ ഇങ്ങനെ പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാനുണ്ടാവും. മക്കൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the current in a circuit falls from 5 ampere to 1 ampere in 0.1 second. മക്കളെ di കിട്ടിയല്ലോ. 5 എന്ന് 1ലേക്ക് വരുമ്പോ 4 ആംപിയർ അല്ലേ വരികയെന്ന്. dt എന്ത് എഴുതൂടാ? 0.1 സെക്കൻഡ് എഴുതും. ഓക്കെ, ചേഞ്ച് ഇൻ കറണ്ട് കിട്ടി, ചേഞ്ച് ഇൻ ടൈം ടേക്കൺ കിട്ടി. ആ ചേഞ്ചിനുള്ള സമയം നമുക്ക് കിട്ടി. ഇവൻ ആവറേജ് EMF ഓഫ് 200 വോൾട്ട്. സോ വി എത്രടാ? 200 വോൾട്ട് ഉണ്ടായി, ഇൻഡ്യൂസ് ചെയ്തു. ഫൈൻഡ് സെൽഫ് ഇൻഡക്റ്റൻസ്. മക്കളെ വി അല്ലെങ്കിൽ നമുക്ക് ഇതിനെ E എന്ന് കൊടുക്കാം കേട്ടോ. E എന്ന് കൊടുക്കാം. So what is E? E is equal to LdI/dt. From here what is L? E/dI/dt. What is E? 200. What is di? 4 dt 0.1. 4/0.1 40 ആണ്. So 200/40. 0 cut 20/4 is 5 ഹെൻറി ആണ് എന്ത് വരിക? സെൽഫ് ഇൻഡക്റ്റൻസ്. It's very simple. Next question. Obtain the expression for self inductance of a long solenoid. മക്കളെ ഒരു ലോങ് സോളിനോയിഡ് എൻ്റെ അടുത്തുണ്ട്. അതിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കാണണം. അതിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കാണാൻ ഭയങ്കര സുഖം. എടാ ഒരു ലോങ് സോളിനോയിഡ് ഞാൻ കൺസിഡർ ചെയ്യാം കേട്ടോ. ഈ ലോങ് സോളിനോയിഡ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് n ആണ്. അതിന്റെ ഏരിയ a ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് I ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദിസ് കോയിൽ? Phi is equal to L into I. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1. ഇനി ഫ്ലക്സ് മറ്റൊരു രീതി നമുക്ക് കാണാം. എങ്ങനെ? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ഒരു ടേണിലുള്ള ഫ്ലക്സ്. ഒരു ടേണിലുള്ള ഫ്ലക്സ് എങ്ങനെ കാണാം? ആ ടേണിലെ ഇന്റൻസിറ്റി ഇൻറ്റു ടേണിന്റെ ഏരിയ B ഇൻറ്റു A, NBA. അപ്പൊ NBA എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അത് ടോട്ടൽ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. നൗ B പറഞ്ഞാൽ എന്താ? B പറഞ്ഞാൽ μ0 NILA ഇൻറ്റു A എന്നുണ്ടാവും. Put this equation number 2. Equation 1i, equation 2i. And equate here. Li is equal to μ0 NNIA. I cut out, so L is equal to μ0 NNA. That is equal to എന്താണ് small n? Small n എന്ന് പറഞ്ഞാൽ total number of turns by length ആണ് വരിക. ഓക്കെ അല്ലേ? സോ ഇവിടുന്ന് എന്താ? ക്യാപിറ്റൽ N small n into L എന്ന് വരും. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് എന്ത്? സ്മോൾ n. അതെന്താ? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ബൈ ടോട്ടൽ ലെങ്ത് ആണ്. എന്താ? ക്യാപിറ്റൽ N/L എന്നുണ്ടാവും. സോ ക്യാപിറ്റൽ എന്താ വരിക? സ്മോൾ n into L എന്നുണ്ടാവും. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? μ0 NL into NA. That becomes μ0 N square AL എന്നുണ്ടാകും. അതാണ് മക്കളെ എന്ത്? സെൽഫ് ഇൻഡക്റ്റൻസ്. ഓക്കെ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് അത് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഒരുപാട് വലിയ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ആണ്. ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി. മക്കളെ ശ്രദ്ധിക്കും, ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി കാണാൻ വർക്ക് ഡൺ ആണ് കാണുന്നത്. വർക്ക് ഡൺ ഇക്വേഷൻ എന്താ? VIT. ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF E ആവുമ്പോൾ E into I into dt എന്നാണ് വരിക. വർക്ക് is equal to VIT, H is equal to VIT. ആ ഇക്വേഷൻ ഉപയോഗിച്ച് സ്മോൾ വർക്ക് ആയതുകൊണ്ട് EIdt. So dW is equal to induced EMF E എന്നാ LdI/dt ആണ്. into I ഉണ്ട് into dt ഉണ്ട്. dt കട്ടാവും. അപ്പോൾ dW is equal to LI/di എന്നുണ്ടാവും. So we have to integrate it. dW is equal to integral
സീറോ കറണ്ട് മുതൽ ഐ എന്ന കറണ്ട് വരെ ചെയ്യാണ് എൽ ഐ ഡി ഐ. എൽ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എൽ ഇൻറ്റു ഐ സ്ക്വയർ ബൈ ടു ലിമിറ്റ്സ് 0 ടു ഐ വരെ. അപ്പൊ ഐ കൈ കൊടുക്കുമ്പോൾ എന്താ എൽ ഇൻറ്റു ഐ സ്ക്വയർ ബൈ ടു മൈനസ് 0 സ്ക്വയർ ബൈ ടു ഉണ്ടാവും. സോ ആൻസർ ഈസ് ഹാഫ് എൽ ഐ സ്ക്വയർ ഈസ് ദ ടോട്ടൽ വർക്ക് ഡൺ. അതായത് 0 ആംപിയറിൽ നിന്ന് ഐ ആംപിയറിലേക്ക് എത്തിക്കാൻ വേണ്ട അവിടെ ചെയ്യേണ്ട വർക്ക് ആണ് എന്ത്, സെല്ല് ചെയ്യേണ്ട എക്സ്ട്രാ വർക്ക് ആണ് എന്ത്, ഹാഫ് എൽ ഐ സ്ക്വയർ. ഈ ഹാഫ് എൽ ഐ സ്ക്വയർ നമ്മുടെ ഇൻഡക്ടറിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യും, എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ ആണല്ലോ. സോ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിന്റെ ഇക്വേഷൻ ചോദിച്ചാൽ മക്കളെ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേർ ഡു ആൻ ഇൻഡക്ടർ സ്റ്റോർ എനർജി? ഒരു ഇൻഡക്ടർ എവിടെയാണ് അതിന്റെ എനർജി സ്റ്റോർ ചെയ്യുക? ഒരു ഇൻഡക്ടറിലൂടെ കറണ്ട് ഒഴുകുകയാണെങ്കിൽ മക്കളെ, കറണ്ട് ഒഴുകുമ്പോൾ അവിടെ കറണ്ട് ഒരു ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ 2 ആംപിയർ കറണ്ട് ഇൻഡക്ടർ വഴി ഒഴുകുന്നതെങ്കിൽ അത് ശരിക്കും 0 നിന്ന് 2ലേക്ക് എത്തിയതാണ്. അത് എത്തുമ്പോൾ ഇൻഡക്ടറിൽ സെൽഫ് ഇൻഡക്ഷൻ നടക്കും. സെൽഫ് ഇൻഡക്ഷൻ നടക്കുമ്പോൾ ഒരു ബാക്ക് EMF ഉണ്ടാവും. ആ ബാക്ക് EMFനെ സപ്ലൈ വോൾട്ടേജ് എതിർക്കണം. അങ്ങനെ എതിർത്തിട്ട് ഈ സപ്ലൈ വോൾട്ടേജ് എന്ത് ചെയ്യണം, ഇതിന് ഈ ബാക്ക് EMFന് എഗെയിൻസ്റ്റിൽ വർക്ക് ചെയ്യണം. ആ വർക്കാണ് നമ്മുടെ ഇൻഡക്ടറിൽ എന്തായിട്ട് സ്റ്റോർ ചെയ്യുക, എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പൊ 2 ആംപിയർ കറണ്ട് ഇപ്പോൾ ഒഴുകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ 0 നിന്ന് 2 ആംപിയറിലേക്ക് എത്തിക്കാൻ നമ്മുടെ സെല്ല് എത്ര വർക്ക് ചെയ്യേണ്ടി വന്നോ ആ വർക്കിന്റെ അത്രയും എനർജി നമ്മുടെ ഇൻഡക്ടറിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡിലാണ് എന്ത് സ്റ്റോർ ആവുക, എനർജി സ്റ്റോർ ആവുക. സോ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Calculate the energy stored in an inductor of inductance 50 millihenry when a current of 2 ampere is passed through it. Okay ആണല്ലോ. അപ്പോൾ ഒരു 50 millihenry inductance. സോ എൽ അറിയാം മക്കളെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. എനർജി യു കാണണം. യു എന്താ, ഹാഫ് എൽ ഐ സ്ക്വയർ. നേരെ കൊടുത്താൽ പോരെ, മതി. എൽ എത്ര, 50 millihenry. അതിനെന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. 50 millihenryനെ നമ്മൾ ഹെൻറിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും, 50 10⁻³ ആയിട്ട് മാറും. സോ 50 10⁻³ കൊടുത്തു. ഓക്കെ, ഇനി ഐ എന്താ, 2 ആണ്, 2 സ്ക്വയറും കൊടുക്കുക. അപ്പോൾ വി വിൽ ഗെറ്റ് 0.1 ജൂൾസ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ, ചൂട്. അപ്പോൾ 0.1 ജൂൾസ്. ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ. ഇത് നിങ്ങൾ കൃത്യമായി, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അധികം എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത മക്കളെ, ഡിഫൈൻ മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ, 2 കോയിൽ, ഇതൊരു കോയിൽ, ഇത് വേറൊരു കോയിൽ. ഓക്കെ, ഒരു കോയിലിലൂടെ ഒഴുകുന്ന കറണ്ടിലുള്ള വേരിയേഷൻ കൊണ്ട് ഒരു കോയിൽ, മക്കളെ ക്ലിയർ അല്ലേ, കാണുന്നില്ലേ? റെഡി? ഗ്രേറ്റ്. കാണുന്നുണ്ട്? ഞാൻ നല്ല സ്പീഡിലാണ് പോണത് കേട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സംഭവം സെറ്റ് അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? റെഡി? നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ഇതാ തീരാൻ പോവാണ്. 1 മണിക്കൂർ ആവാണ്. അപ്പൊ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ തീരാൻ പോവാണ്. ഏകദേശം നമ്മൾ ഒരു 10-40 ക്വസ്റ്റ്യന്റെ അടുത്ത്, 10-30 ക്വസ്റ്റ്യന്റെ അടുത്ത് എത്താനായി. പെർഫെക്റ്റ്. Okay, thank you for your comments. Okay, great. Thank you so much. Now listen. Define mutual induction. അടാ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അടുത്തടുത്ത് 2 സോളിനോയിഡ്സ്. ഓക്കെ, അതിൽ ഒരു സോളിനോയിഡിലുള്ള കറണ്ടിൽ നമ്മൾ വേരിയേഷൻ ഉണ്ടാക്കും, കൂട്ടേ കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു സോളിനോയിഡിന് ചുറ്റും എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ആർക്ക് കിട്ടും, തൊട്ടപ്പുറത്തെ കോയിലിനും കിട്ടും. അപ്പൊ ഈ ഒരു കറണ്ട് വേരിയേഷൻ ഉണ്ടാവുമ്പോൾ ഇതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, വാരി ചെയ്യും. അപ്പൊ അപ്പുറത്തെ കോയിലിന് കിട്ടുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്താവും, ചേഞ്ച് ആവും. അങ്ങനെ ചേഞ്ച് ആകുമ്പോൾ ഇതിൽ ഒരു EMF ഡെവലപ്പ് ചെയ്യും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ? അങ്ങനെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ആ EMF ഓക്കെ അല്ലേ, സെക്കൻഡറി കോയിൽ ഉണ്ടാവും. അപ്പൊ ആ EMFനെ എന്താ ഡിപ്പെൻഡ് ചെയ്യുക, ഫസ്റ്റ് കോയിലുള്ള കറണ്ടിലുള്ള വേരിയേഷൻ. ഓക്കെ ആണോ? 1 സെക്കൻഡ് നമ്മൾ നോക്കട്ടെ. ഓക്കെ,
Now listen. Ready? Listen. അപ്പോൾ നോക്കണം. അപ്പോൾ ഇത് പ്രൈമറി കോയിൽ ആണ്, ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി കോയിൽ ആണ്. ഓക്കെ, സോ ഒരു കോയിലുള്ള കറണ്ടിലുള്ള വേരിയേഷൻ കൊണ്ട് തൊട്ടടുത്തുള്ള കോയിലിൽ ഒരു EMF ഉണ്ടാകുന്ന ഫിനോമിനൻ ആണെന്ത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ നമുക്ക് ഇങ്ങനെ പറയാം, സിമ്പിൾ ആയിട്ട് പഠിച്ചോ. It is a phenomenon of inducing an EMF in a coil due to the variation of current in the neighboring coil. It is a phenomenon of inducing an EMF in a coil due to the variation of current in the neighboring coil. Set ആണല്ലോ, റെഡി ആണല്ലോ. 513 ആൾക്കാരായി. വെരി ഗുഡ്. മക്കളെ നല്ലോണം ശ്രദ്ധിച്ചിരുന്നോ? നമ്മൾ പൊളിച്ചടക്കും നമ്മുടെ എക്സാം, ക്രിസ്മസ് എക്സാം. നന്നായിട്ട് എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്തതിനൊക്കെ താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ മക്കളെ പവർ ആക്കിയാലിരുന്നോ? നമുക്ക് ചാപ്റ്റർ തീർക്കാൻ പോവാം. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, മാക്സിമം നോക്കിക്കോ. So it's a phenomenon of inducing an EMF in a coil due to the variation of current in the neighboring coil. That is what is known as mutual induction. Okay, alle next. The coefficient of mutual inductance of two coils is 1 Henry. മക്കളെ ഒരു കാര്യം കൂടി, ഒരു കോയിലിൽ കറണ്ടിൽ വേരിയേഷൻ ഉണ്ട്, തൊട്ടപ്പുറത്തെ കോയിലിൽ EMF ഉണ്ട്. സോ ഇവിടുന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കേണ്ടതാ, ശ്രദ്ധിക്കുക. സെക്കൻഡറി കോയിലിന് കിട്ടുന്ന ഫ്ലക്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രൈമറി ഫസ്റ്റ് കോയിലിലൂടെ ഒഴുകുന്ന കറണ്ട് ആയിരിക്കും. വേണമെങ്കിൽ Φ2 പ്രപ്പോർഷണൽ ടു I1 എഴുതാം. ഇവിടുന്ന് Φ2 is equal to കൊടുക്കുമ്പോൾ ഒരു M ആ കിട്ടുക. നേരത്തെ L ആ കിട്ടിയ M ആ കിട്ടുക. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആ കിട്ടുക. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇൻറ്റു I1 ഉണ്ടാവും. ഓക്കെ, ഇനി അപ്പോൾ സെക്കൻഡറി കോയിലിലെ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇൻറ്റു പ്രൈമറി കോയിലിലെ കറണ്ട് എന്ന് എഴുതാം. സെറ്റ് അല്ലേ? ഇനി അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സെക്കൻഡറി കോയിലിലെ ഫ്ലക്സ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെക്കൻഡറി കോയിലിലെ ഫ്ലക്സ് ചേഞ്ച് ആകുമ്പോൾ സെക്കൻഡറി കോയിലിൽ EMF ഉണ്ടാവും. സെക്കൻഡറി കോയിലിലെ EMF പറഞ്ഞാൽ എന്താ? dΦ/dt ആണ്. is equal to d/dt ഓഫ് ഫൈ എന്താടാ? mi. m പുറത്തേക്ക് എടുത്താൽ m into di/dt എന്ന് വരും. സോ സെക്കൻഡറി കോയിൽ ഉണ്ടാകുന്ന EMF എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇൻറ്റു di/dt ആ വരിക. ഓക്കെ, സോ ആ കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചോ. സെക്കൻഡറി കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF m into di/dt ആണ്. എന്നാൽ സെൽഫ് ഇൻഡക്ഷനിൽ ഒക്കെ ഒരാളാണ്. അതുകൊണ്ട് അയാളിൽ ഉണ്ടാകുന്ന EMF എന്ന് പറഞ്ഞാൽ L ഇൻറ്റു അയാളിൽ ഉണ്ടാകുന്ന di/dt ആയിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ? The coefficient of mutual inductance of two coils is 1 Henry. M തന്നിട്ടുണ്ട് 1 Henry ആണ്. Current in one of the coil is increased from 4 ampere to 5 ampere in 1 millisecond. So di എത്ര? 1 ampere ആണ്. dt എത്ര? 1 millisecond 10⁻³ കൊണ്ട് ചെയ്യുമ്പോൾ അത് സെക്കൻഡിൽ കൺവേർട്ട് ആവും. സോ ഇതാണ് ഇക്വേഷൻ. m ന് എന്ത് കൊടുക്കടാ? m ന് 1 കൊടുക്കും. ഈ di ക്ക് എന്ത് കൊടുക്കടാ? 1 കൊടുക്കും. ബൈ 1 millisecond 1 10⁻³ ഉണ്ടാവും. അത് മുകളിൽ കയറുമ്പോൾ 10⁻³ വരും. ഓക്കെ ആണല്ലോ? സോ 10⁻³ ആണ് എന്ത്? 1000 വോൾട്ട് ആണ് ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ്. Define mutual inductance of a coil. നേരത്തെ പറഞ്ഞു നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എടാ മ്യൂച്വൽ ഇൻ Φ is equal to mi/L. സോ m പറഞ്ഞാൽ എന്താ? Φ/I ആണ്. Φ/I. എന്താ Φ? സെക്കൻഡറി കോയിലിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഫ്ലക്സ്. എന്താ I? പ്രൈമറി കോയിലിലെ കറണ്ട്. സോ I 1 ആംപിയർ ആണെങ്കിൽ എന്താണ് m? അത് Φ ആണ്. അപ്പൊ എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ it is the total magnetic flux linked with the secondary coil. Okay, it is the mutual inductance between two solenoids is the total magnetic flux linked with the secondary coil when unit current flows through the primary coil. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? സിമ്പിൾ. ഓക്കെ, അടുത്ത് the self induced EMF is also called back EMF. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF-നെ ബാക്ക് EMF എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്. ബാക്ക് EMF എന്ന് വിളിക്കാനുള്ള റീസൺ ആണ് ചോദിക്കുന്നത്. മക്കളെ, ഈ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF-നെ ബാക്ക് EMF എന്ന് വിളിക്കാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, മറ്റൊന്നുമല്ല. അതായത് നമ്മുടെ ഈ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF നമ്മുടെ സപ്ലൈ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യാണ് ചെയ്യുക.
ഓക്കെ. അപ്പൊ ആ ഒപ്പോസ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് അതിനെ എന്ത് വിളിച്ചത്, ബാക്ക് ഇ എം എഫ് എന്ന് വിളിച്ച്. ഓക്കെ ആണല്ലോ. അതായത് ബാക്ക് ഇ എം എഫ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ സപ്ലൈ വോൾട്ടേജ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. വോൾട്ടേജിനെ കൂട്ടിയോണ്ട് അല്ലെങ്കിൽ കറണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കറണ്ടിനെ കുറക്കാൻ വേണ്ടിയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ശ്രമിക്കുക. ഇനി കറണ്ട് സർക്യൂട്ടിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലോ ആ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കറണ്ടിനെ കൂട്ടാൻ വേണ്ടിയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് നോക്കുക. അപ്പൊ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ പണി എന്താ, ആ സർക്യൂട്ടിൽ കറണ്ടിൽ എന്ത് ചേഞ്ച് ആണോ വരുന്നത് അതിനെ തടസ്സപ്പെടുത്തുക, ഇടങ്ങേറാക്കുക, ബുദ്ധിമുട്ടാക്കുക. ഇതാണ് ആരെ പണി, സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ പണി. അതുകൊണ്ടാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ ബാക്ക് ഇ എം എഫ് വിളിച്ച്. ഒറ്റ ഉത്തരാണ്, സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് opposes the change in current through that circuit. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്ത് വിളിച്ചത്, ബാക്ക് ഇ എം എഫ് എന്ന് വിളിച്ചു. ഓക്കെ, നെക്സ്റ്റ്. The electromagnetic analog of mass is, മക്കളെ, സെൽഫ് ഇൻഡക്റ്റൻസിനെ ഇനർഷ്യ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കാറുണ്ട്. കാരണം എന്താ, സെൽഫ് ഇൻഡക്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് ഒരു കോയിലിലൂടെയുള്ള കറണ്ടിലുള്ള വേരിയേഷനെ തടസ്സപ്പെടുത്തൽ. ഓക്കെ, ഒരു ബോഡിക്ക് മാസ് ഉള്ളത് കൊണ്ടാണ് അതിന്റെ മോഷനെ അത് തടസ്സപ്പെടുത്തൽ. അപ്പോ ഇനർഷ്യ, മെക്കാനിക്സ് പഠിക്കുന്ന ഇനർഷ്യ, അതിന്റെ പകരക്കാരനാണ് ആര്, സെൽഫ് ഇൻഡക്റ്റൻസ്. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് മാസിന്റെ പകരക്കാരൻ ആരാണ്, സെൽഫ് ഇൻഡക്റ്റൻസ് എൽ ആണ്. സെറ്റ് അല്ലേ, റെഡി. ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ എക്സ്പ്രഷൻ കണ്ടെത്തണം. മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ എക്സ്പ്രഷൻ കാണാൻ, മക്കളെ, രണ്ട് കോയിൽസ്, ഒരു പ്രൈമറി കോയിലും അതിന്റെ ഉള്ളിൽ ഒരു സെക്കൻഡറി കോയിലും. സോ ഞാൻ എന്താ, ഒരു കോയിലിൽ ഞാൻ ഒരു കറണ്ട് കൊടുക്കുകയാണ്, ഐ. ഓക്കെ അല്ലേ, ഐ. ഒരു മിനിറ്റ് കട്ടായടാ. ഓക്കെ ആണ്, റെഡി. സോ ഐ എന്ന ഒരു കറണ്ട് ഞാൻ കൊടുക്കുകയാണ്. ആ കറണ്ട് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന സമയത്ത് സെക്കൻഡറി കോയിലുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഫ്ലെക്സ് എന്നാൽ എന്താ, എം ഇൻറ്റു ഐ എൽ എ. ഓക്കെ ആണോ, ഓക്കെ ആണോ, യെസ്. എം ഇൻറ്റു ഐ, ഐ നമുക്ക് I1 എന്ന് കൊടുക്കാം. സെറ്റ് അല്ലേ. സോ എം ഇൻറ്റു I1 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇതാണ് ടോട്ടൽ ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് സെക്കൻഡറി കോയിൽ. ഇനി സെക്കൻഡറി കോയിലുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഫ്ലെക്സ് കാണാനുള്ള നാടൻ മെത്തേഡ്, മക്കളെ, നമ്പർ ഓഫ് ടേൺസ് അറ്റ് സെക്കൻഡറി ഇൻറ്റു ഒരു സെക്കൻഡറിയുടെ ഒരു ടേണിലുള്ള ഫ്ലെക്സ്. എങ്ങനെ കാണാം, ബി ഇൻറ്റു എ ആണ്, ബി ഇൻറ്റു എ ആണ്, ബി ഇൻറ്റു എ. B1 ആണ്. B1 പറയാനുള്ള കാരണം എന്താ, ഒന്നാമത്തെ കോയിലായി ഇന്റൻസിറ്റി ഉണ്ടാക്കുക. ഒന്നാമത്തെ കോയിൽ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റിയാണ് രണ്ടാമത്തെ കോയിലിന് കിട്ടുക. അപ്പൊ അത് ആരെ ഇന്റൻസിറ്റിയാ, ഒന്നാമത്തെ കോയിലിന്റെ ഇന്റൻസിറ്റിയാ, അത് രണ്ടാമത്തേന് കിട്ടും. ഓക്കെ, അപ്പൊ N2 ഇൻറ്റു സെക്കൻഡറി കോയിലിന്റെ ടേൺസിന്റെ എണ്ണം ഇൻറ്റു ഒന്നാമത്തെ കോയിൽ ഉണ്ടാക്കിയ ഇന്റൻസിറ്റി ഇൻറ്റു രണ്ടാമത്തെ കോയിലിന്റെ ഏരിയ എടുക്കേണ്ടി കേട്ടോ. ഓക്കെ, സോ N2 ഇൻറ്റു എന്താ മക്കളെ, B1 μ0 NI1. ഇത് I1 ആണ്, μ0 NI1 ആണ്. എന്തെന്ന് പറഞ്ഞാല് B1 എന്ന് പറഞ്ഞാൽ ഇൻറ്റു എ എന്നുണ്ടാവും. പുട്ട് ഇക്വേഷൻ നമ്പർ 2. രണ്ടും ഫ്ലെക്സ് കാണുന്ന ഇക്വേഷൻ ആണ്. അങ്ങ് ഇക്വേറ്റ് ചെയ്യാം. എവിടെ ഇരുന്നാ, M ഇൻറ്റു I1 ഇസ് ഈക്വൽ ടു N2 ഇൻറ്റു μ0 NI1 A എന്ന് വരും. I1 ക്യാൻസൽ ഔട്ട് ആകുമ്പോൾ വാട്ട് ഈസ് M, μ0, ഇത് N അല്ല, സോറി N1 ആണ്, N1. അപ്പൊ μ0 N1 N2 A എന്നുണ്ടാവും. എടാ എന്താണ് N2, സ്മോൾ N2, ക്യാപിറ്റൽ N2 ബൈ L എന്നുണ്ടാവും. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് ക്യാപിറ്റൽ N2, സ്മോൾ N2 ഇൻറ്റു L. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ μ0 N1 N2 L A എന്നുണ്ടാവും. ഓക്കെ അല്ലേ. സോ μ0 N1 N2 A L is the mutual inductance between that two solenoids. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, ഓക്കെ ആണോ, റെഡി. അപ്പൊ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമ്മൾ കാണാൻ പഠിച്ചു. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ മക്കളെ, ഒരു ആർമേച്ചർ, ഒരു ജനറേറ്ററിലെ ആർമേച്ചർ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ കറങ്ങുമ്പോൾ ആ ആർമേച്ചറിൽ ഉണ്ടാകുന്ന EMFന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. സിമ്പിൾ. എടാ ഇവിടെ നോക്കിക്കോ. എടാ, വാട്ട് ഈസ് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദ ആർമേച്ചർ ഇൻസൈഡ് എ ജനറേറ്റർ? Phi is equal to N into B dot A. That is equal to NBA cos theta. എടാ, നമ്മുടെ ഈ ജനറേറ്റർ കറങ്ങുന്ന ആംഗുലാർ സ്പീഡ് ഒമേഗയാണ്. ഒമേഗയാണെങ്കിൽ തീറ്റ ബൈ ടി ആണ് ഒമേഗ. തീറ്റ പറഞ്ഞാൽ എന്താ, ഒമേഗ ടി ആണ്. സോ തീറ്റയ്ക്ക് ഞാൻ ഒമേഗ ടി കൊടുത്താൽ NBA
cos omega t എന്ന് വരും. എന്ത്? 5. സെറ്റ് അല്ലേ? Now what is induced EMF is equal to minus d phi by dt is equal to minus d by dt of NBA cos omega t വരും is equal to minus NBA into cosന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താ? ഒമേഗ is equal to minus minus plus ആവും NBA ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് വരും. ഇതാണ് ഇൻഡ്യൂസ്ഡ് EMF വോൾട്ടേജ്. സോ ഈ എപ്പോഴാ മാക്സിമം ആവുക? ഈ മാക്സിമം ആവല് സൈൻ ഒമേഗ ടി 1 ആവുമ്പോൾ. സോ വാട്ട് ഈസ് ഇ മാക്സ്? അപ്പൊ സൈൻ ഒമേഗ ടി 1 ആയി. അപ്പൊ എന്താ ബാക്കി ഉണ്ടാവുക? NBA ഒമേഗ. അപ്പൊ NBA ഒമേഗക്ക് എന്ത് കൊടുക്കാം? ഇ മാക്സ് കൊടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഇ? ഇ ഈസ് ഈക്വൽ ടു ഇ മാക്സ് സൈൻ ഒമേഗ ടി എന്ന് വരും. ഇ മാക്സ് സൈൻ ഒമേഗ ടി. ഇത്രയും കാര്യങ്ങൾ മക്കള് വലിയൊരു പ്രയാസവും ഇല്ല. ഡെറിവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ടപ്പ് പരിപാടി തീർക്കാൻ വേണ്ടി. ഓക്കെ അല്ലേ? സോ ദാ ചാപ്റ്റർ കഴിഞ്ഞു. ചാപ്റ്ററിൽ നമ്മൾ ഏകദേശം 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഏകദേശം ചാപ്റ്ററിന്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മക്കൾ കൃത്യമായിട്ട് പഠിച്ചാൽ ആ ചാപ്റ്റർ ഏകദേശം അരമണിക്കൂറെ ഞാൻ യൂട്ടിലൈസ് ചെയ്തുള്ളൂ. ഓക്കെ, ഏകദേശം ഒരു 6-7 മണിക്കൂറിന്റെ ചാപ്റ്റർ ആണ്. ഏകദേശം എല്ലാ ഏരിയാസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? സെറ്റ്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് ഞാൻ പോവാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് AC. എടാ എന്താണ് AC? നോക്കാം. AC. Obtain the expression for current when an AC voltage is applied to a resistor. ഒരു റെസിസ്റ്ററിന് AC വോൾട്ടേജ് കൊടുത്താൽ അവിടെ ഉണ്ടാകുന്ന കറണ്ട് കാണണം. എടാ ഒരു റെസിസ്റ്ററിന് AC വോൾട്ടേജ് വോൾട്ടേജ് എന്താ? AC വോൾട്ടേജ് അല്ലേ? V is equal to Vm sin omega t ആണ് എന്ത്? AC വോൾട്ടേജ്. സെറ്റ് ആണല്ലോ? റെഡി. അപ്പൊ കറണ്ട് കാണണം. സോ കറണ്ട് പറഞ്ഞാൽ എന്താ? I is equal to V by R ആണ്. V by R Vm sin omega t by എന്തുണ്ടാവൂടാ? R എന്നുണ്ടാവും. Vm by R മാക്സിമം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്താണ്? അത് മാക്സിമം കറണ്ട് ആണ്. സോ I max into sin omega t ഉണ്ടാവും. സോ what is I? I is equal to Im sin omega t. That's all. മക്കളെ I is equal to എന്താണ്? Im sin omega t. ഒരു സംശയം വേണ്ട. ഓക്കെ, അപ്പൊ കിട്ടി. ഒന്നാമത് പറഞ്ഞ എന്താ? obtain the expression for current when an AC is applied to resistor. Simple question. അടുത്ത് draw the phasor representation for voltage and current circuit. Phasor representation പറഞ്ഞാൽ മക്കളെ എത്രയേ ഉള്ളൂ? the voltage ഇതെന്താണ്? this becomes current. അത്രേ ഉള്ളൂ മക്കളെ. കഴിഞ്ഞു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് obtain the expression for power dissipated in the AC in the resistor when an AC voltage is applied to it. ഒരു AC വോൾട്ടേജ് ഒരു റെസിസ്റ്ററിന് കൊടുത്താൽ അവിടുത്തെ പവറിന്റെ ഇക്വേഷൻ നമ്മൾ കാണണം മക്കളെ. പവർ ഇസ് ഈക്വൽ ടു P ഇൻസ്റ്റന്റ്. ഇത് ആവറേജ് പവറാ ചോദിച്ചു കേട്ടോ. ആവറേജ് പവറാ ചോദിച്ചത്. സോ P ആവറേജ് കാണണമെങ്കിൽ P ഇൻസ്റ്റന്റേനിയസിനെ dt കൊണ്ട് ഡിവൈഡ് ചെയ്യുക. should integrate from 0 to capital T 1 സൈക്കിളിലേക്ക് whole divided by 1 time period. ആവറേജ് പവർ. എങ്ങനെ ആവറേജ് പവർ കാണാം? ഇൻസ്റ്റന്റേനിയസ് പവർ ഇൻറ്റു dt. അപ്പൊ എന്താ കിട്ടുക? സ്മോൾ പവർ ഇൻറ്റു ടൈം എന്താ? വർക്കാ. സോ ഇൻസ്റ്റന്റേനിയസ് പവർ ഇൻറ്റു dt അടിക്കുമ്പോൾ ആ ഒരു സ്മോൾ dt ടൈമിൽ എന്തിട്ട് വർക്ക് കിട്ടി. ആ വർക്കിനെ 0 to capital T പറഞ്ഞാൽ എന്താ? 1 time period. 0 to 1 time periodലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ടൈം പീരീഡിലുള്ള എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും. അപ്പോൾ ഒരു ടൈം പീരീഡിലുള്ള ടോട്ടൽ വർക്കിനെ ആ ഒരു ടൈം പീരീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് എന്ത് കിട്ടും? പവർ കിട്ടും. സോ ആവറേജ് പവറിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇന്റഗ്രൽ 0 to T P ഇൻസ്റ്റന്റേനിയസ് dt ബൈ എന്തുണ്ടാവും? T ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? P ഇൻസ്റ്റന്റേനിയസ് V ഇൻസ്റ്റന്റേനിയസ് ഇൻറ്റു I ഇൻസ്റ്റന്റേനിയസ്. ഇത് റെസിസ്റ്റർ മാത്രം കണക്ട് ചെയ്ത എന്താ സർക്യൂട്ടാ. അപ്പൊ എന്താ? Vm sin omega t Im sin omega t. അപ്പൊ എന്താ വരിക മക്കളെ? ഇന്റഗ്രൽ 0 to T Vm sin omega t പിന്നെ Im sin omega t dt എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ T ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by T പുറത്തേക്ക് എടുത്താൽ ഇന്റഗ്രൽ 0 to T Vm Im sin omega t cos omega t dt എന്നുണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by T into ഓക്കെ Vm Im പുറത്തേക്ക് വന്നാൽ Vm Im ഇന്റഗ്രൽ 0 to T sin omega t cos omega t നെ
സൈൻ 2 ഒമേഗ ടി ബൈ 2 എന്ന് എഴുതാം. ഇൻറ്റു ഡി ടി ഉണ്ടാവും. അപ്പൊ ആ 2 പുറത്തേക്ക് ചാടിക്കുമ്പോൾ എന്താ 1/2t Vm Im സൈൻ 2 ഒമേഗ ടി. എടാ സൈൻ 2 ഒമേഗ ടി ഞാൻ ഇങ്ങനെ എഴുതിയാലോ 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2 ഡി ടി എന്ന് എഴുതി. എന്നിട്ട് 1/2t Vm Im ഇൻറ്റു സ്പ്ലിറ്റ് ആക്ക്. എങ്ങനെ ഇന്റഗ്രൽ 0 to t half dt മൈനസ് ഇന്റഗ്രൽ 0 to t cos 2 omega t dt. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ ഈ ടേം 0 ആണ്. എന്തുകൊണ്ട്? ഒരു സൈൻ ഫംഗ്ഷൻ ആണെങ്കിലും കൊസൈൻ ഫംഗ്ഷൻ ആണെങ്കിലും നിങ്ങൾ അതിനെ ഒരു ടൈം പീരീഡിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം എന്താണ് മക്കളെ? ഇതാണ് ഒരു ടൈം പീരീഡിലെ ഗ്രാഫ് വരിക സൈൻ. കോസ് ആണെങ്കിൽ ഇതാണ് ഒരു ടൈം പീരീഡിലെ ഗ്രാഫ് വരിക. ഓക്കെ ആണല്ലോ? അതിൽ എത്ര പോസിറ്റീവ് ഉണ്ടോ അത്ര നെഗറ്റീവ് വാല്യൂ ഉണ്ടാവും. ഇതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എത്ര പോസിറ്റീവ് ഉണ്ടോ അത്ര നെഗറ്റീവ് വാല്യൂ, സൈൻ ആണെങ്കിലും കോസ് ആണെങ്കിലും. അപ്പോൾ ഒരു സൈക്കിളിലേക്ക് സൈൻ ഫംഗ്ഷൻ ആണെങ്കിലും കൊസൈൻ ഫംഗ്ഷൻ ആണെങ്കിലും ഇന്റഗ്രേറ്റീവ് ആൻസർ 0 കിട്ടുക. സോ ഇത് ഒരു സൈക്കിളിലേക്കാണ് ചെയ്യണേ. 0 ആൻസർ ഒന്നും നോക്കാനല്ല. സോ വാട്ട് ഇസ് ആൻസർ? 1/2t Vm Im ഇൻറ്റു ഹാഫ് ടി എന്നുണ്ടാവും. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ 0 to t എന്നുണ്ടാവും. അപ്പൊ എന്താ മക്കളെ ആൻസർ? 1/2t Vm Im ഹാഫ് t മൈനസ് 0t. ടി പോയി, സോറി ടി പോയി. ബാക്കി എന്താ? Vm Im by 2. അത് നമുക്ക് എന്താക്കാം? Vm by √2 ഇൻറ്റു Im by √2. Vm by √2 പറഞ്ഞാൽ VRMS അല്ലേ? VRMS IRMS. That is average power in the case of purely resistive circuit. Purely resistive circuit ആയതുകൊണ്ടാണ് ഞാൻ വോൾട്ടേജിന് Vm sin omega t എന്നും കറന്റിന് Im sin omega t എന്നും എടുത്ത്. That's all. Okay? കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത് വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ RMS current? IRMS equal to Imax by √2 ആണ്. ഓക്കെ, ഓർ 0.707 Im എന്ന് എഴുതാം. 70.7% of Im എന്ന് എഴുതാം. ഓക്കെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് write the expression for RMS voltage. Simple. VRMS equal to Vm by √2. Why a shock from 220 volt AC is more fatal than that from 220 volt DC? അല്ല, 220 വോൾട്ട് ഡി സി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ആഘാതം വളരെ കൂടുതൽ. സോറി, 220 വോൾട്ട് എ സി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ആഘാതം വളരെ കൂടുതലാണ്. 220 വോൾട്ട് ഡി സിനേക്കാൾ ആഘാതം ഉണ്ടാക്കും 220 വോൾട്ട് എ സി. കാരണം 220 വോൾട്ട് എ സി എന്ന് പറയുമ്പോൾ അത് എ സിന്റെ RMS വോൾട്ടേജ് ആണ്. പക്ഷേ RMSനേക്കാൾ കൂടുതലാ പീക്ക്. അപ്പോൾ ഒരു പിന്നെ എ സി 220 വോൾട്ട് എ സിന്റെ മാക്സിമം വാല്യൂ കണ്ടുനോക്കിയാൽ എങ്ങനെ മാക്സിമം കാണാം? √2 ഇൻറ്റു VRMS. √2 ഇൻറ്റു 20 അടിക്കുമ്പോൾ എന്താ കിട്ടുക? 311 വോൾട്ട്. 311 വോൾട്ട് വരെ എത്തുന്നുണ്ട് എ സിയിൽ പീക്ക് വോൾട്ടേജ്. RMS 220, പീക്ക് 311 ഉണ്ട്. പക്ഷെ ഡി സി എപ്പോഴും 220 ഉണ്ടാവുള്ളൂ. അപ്പൊ ഏതാ കൂടുതൽ ഡേഞ്ചറസ്? എ സി ആണ്. എ സിയിൽ RMS വാല്യൂനേക്കാൾ കൂടുതലാണ് മാക്സിമം വാല്യൂ ഉണ്ടാവുക. അപ്പോൾ ആരാണ് ഡേഞ്ചറസ്? എ സി. ഓക്കെ ആണല്ലോ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. മക്കളെ അടുത്ത് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് മക്കളെ. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യൻ ആയി. മറ്റു 2 പ്രാവശ്യം 20 ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ ചെയ്തു. 47ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം നമ്മൾ 60-70 ഒരു 75 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ക്ലാസ് തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അത്രയും ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ആണ്. നിങ്ങൾ നല്ലോണം കോപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A light bulb is rated at 100 watt for a 220 volt supply. Power അറിയാം, VRMS ഉം അറിയാം. Find resistance of bulb. മക്കളെ, റെസിസ്റ്റൻസ് കാണാൻ ഒരു പണിയുമില്ല. എന്താ? P is equal to I square R. അപ്പോൾ I square R ആണ് എന്ത്? P. സോ R വെച്ച് R എന്താ? P by I square. ഓ സോറി, വോൾട്ടേജ് ആണ്. സോറി വോൾട്ടേജ് ആകുമ്പോൾ P is equal to ഉപയോഗിക്കേണ്ടേ V square by R ഉപയോഗിക്കേണ്ടേ. R എന്താ? V square by P. V എന്താ? 220. സ്ക്വയർ ഉണ്ടാകുമ്പോൾ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. ബൈ P എത്ര? 100. കട്ട് 22 സ്ക്വയർ എത്ര? 484 ഓംസ് ഉണ്ടാവും ആൻസർ. റൈറ്റ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത്
the peak voltage of the source. Simple അല്ലേ മക്കളെ? Peak voltage എങ്ങനെ കാണാം? Vms equal root 2 Vrms ആ. Vrms 220 അപ്പോൾ root 2 into 311 ഉണ്ടാവും. ഓക്കേ അത് കിട്ടി നമുക്ക്. ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. RMS കറണ്ട് ടു ദ ബൾബ് അല്ലേ? RMS കറണ്ട് കാണണം. എടാ RMS കറണ്ട് കാണാൻ നിങ്ങൾ നേരെ IRMS is equal to average power divided by എന്താണ് VRMS അടിച്ചാൽ മതി is equal to മക്കളെ പവർ എത്ര 100 ആണ്. VRMS എത്ര 220 ആണ്. സോ വാട്ട് ഈസ് ദ ആൻസർ? ഇത് കട്ട് ആവും 10/5/11 എന്ന് എഴുതാം. ഓക്കേ ആണല്ലോ? സോ വാല്യൂ 0.45 ആംപിയർ ഉണ്ടാവും. ഓക്കേ ആണോ? ദാറ്റ്സ് ഓൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ റൈറ്റ്. ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് the current lags the voltage by pi/2 when an AC voltage applied to an inductor. ഒരു ഇൻഡക്ടറിലേക്ക് AC വോൾട്ടേജ് കൊടുക്കുമ്പോൾ അവിടെ വോൾട്ടേജ് pi/2 എന്ത് ചെയ്യാണ്? കറണ്ട് വോൾട്ടേജിന്റെ പിന്നിൽ pi/2 റേഡിയൻ ലാഗ് ചെയ്യാന്നുള്ളത് പ്രൂവ് ചെയ്യണം. സിമ്പിൾ. നമുക്ക് നോക്കാം. യെസ് നോക്കൂ മക്കളെ ശ്രദ്ധിക്കും. ഞാൻ ആദ്യം പറയാണ് ഇൻഡക്ടറിന് ഞാൻ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് V is equal to Vm sin omega t. എന്താണ് Vm sin omega t? ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ നടക്കും. സെൽഫ് ഇൻഡക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ് മൈനസ് എന്താണ് LdI/dt. ഇത് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഈ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF മക്കൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ നടക്കാനുള്ള കാരണം AC ആണ് കൊടുത്തത്. ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ നടക്കുന്ന സമയത്ത് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ആ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ് ഇത്. ഈ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFനെ സപ്ലൈ വോൾട്ടേജ് വേണം എതിർത്ത് തോൽപ്പിച്ച് അതിനെ ഓവർകം ചെയ്യാൻ. ഓക്കേ ആണല്ലോ? അപ്പൊ നമുക്ക് പറയാം സപ്ലൈ വോൾട്ടേജ് ഷുഡ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ഇൻഡ്യൂസ്ഡ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് LdI/dt വരികയും ഇത് പ്ലസ് ആവും. സോ V is equal to LdI/dt എന്ന് വരും. സെറ്റ് ആണല്ലോ? ഇനി V പറഞ്ഞാൽ എന്താ? സപ്ലൈ വോൾട്ടേജ്. അത് Vm sin omega t അല്ലേ? Vm sin omega t അല്ലേ? That is equal to മക്കളെ എന്താണ്? LdI/dt ആണ്. ഓക്കേ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത എന്താ മക്കളെ കാണേണ്ടത്? വാട്ട് ഈസ് DI? DI എന്ന് പറഞ്ഞാൽ Vm sin omega t dt by L എന്നുണ്ടാവും. That is equal to Vm by L sin omega t dt എന്ന് വരും. എന്ത്? DI. ഇനി മക്കളെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാണ്. That is അപ്പോൾ നമുക്ക് I കാണാൻ വേണ്ടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ രണ്ട് ഭാഗത്തും integral DI is equal to integral Vm by L sin omega t dt ചെയ്യുമ്പോൾ I is equal to Vm by L. What is integral sin omega t? Minus cos omega t dt എന്ന് വരും. That is equal to okay Vm by L into minus cos omega t നെ sin 90 minus omega t എന്ന് എഴുതി. ഓക്കേ അല്ലേ? യെസ്. സോറി dt ഉണ്ടാവില്ലേ? സോറി dt പോയി. ഓക്കേ ഹായ് ഐഷനദ രുദ ഹായ് താങ്ക് യു സോ മച്ച്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കൾ നോക്കടാ ഈ മൈനസ് സൈൻ എടാ മൈനസ് സൈൻ എക്സ് പറഞ്ഞാൽ എന്താ? സൈൻ മൈനസ് എക്സ് ആ. ഓക്കെ സോ കൊടുക്കുമ്പോൾ Vm by L into സൈൻ ഓഫ് മൈനസ് പൈ ബൈ 2 പ്ലസ് ഒമേഗ ടി എന്നാവും. ആ മൈനസ് ഉള്ളു കൊണ്ടുപോകുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു Vm by L സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് വരും. ഇതാണ് മക്കളെ എന്ത്? കറണ്ട്. സോ കറണ്ട് ഇസ് ഈക്വൽ ടു എടാ സോറി ഒരു സെക്കൻഡ് ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ഇൻഡക്ഷൻ ബൈ ഒമേഗ ഇടാൻ മറന്നുപോയി. ഈ സൈൻ ഒമേഗ ടിന്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ ടിന്റെ ഒമേഗ ഉണ്ടാവും. സോ ഒമേഗ ഉണ്ടാവും ഞാൻ ഇടാൻ മറന്നുപോയതാണ്. സോറി ഒമേഗ ബൈ ഒമേഗ ബൈ ഒമേഗ ബൈ ഒമേഗ ഇങ്ങോട്ടേക്ക് ആക്കി. അപ്പൊ എന്താ? Vm by L omega into sin എന്തായടാ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. ഇനി I is equal to നമുക്ക് ഇതിനെ Im എന്ന് എഴുതാം. sin ഒമേഗ ടി മൈനസ് പൈ ബൈ 2. ഒരു പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കറണ്ട് വോൾട്ടേജ് പറഞ്ഞാൽ Im sin ഒമേഗ ടി ആണ്. കറണ്ട് എന്താ? Im sin ഒമേഗ ടി മൈനസ് പൈ ബൈ 2. അപ്പൊ കറണ്ട് പൈ ബൈ 2 ബാക്കിലാണ് ആരെ? വോൾട്ടേജിന്റെ. സോ ഇത് വോൾട്ടേജ് ആണെങ്കിൽ ഇത് കറണ്ട് ആണെങ്കിൽ ഓക്കെ ഇൻഡക്ടർ അല്ലേ?
വോൾട്ടേജ് ഉണ്ടാവുക ഇങ്ങനെയാണ്. വോൾട്ടേജിന്റെ 90 ഡിഗ്രി ബാക്കിലാണ് ആര് മക്കളെ? കറണ്ട്. ഇത്രയും കാര്യങ്ങൾ മക്കൾ സെറ്റ് ആക്കി വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ശരിക്കും രണ്ട് രീതി ചോദിക്കാം. ഒന്നുകിൽ ഇങ്ങോട്ട് പിന്നെ വോൾട്ടേജ് ലീഡിംഗ് ആണോ ലാഗിംഗ് ആണോ പ്രൂവ് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആക്കി വന്നിട്ട് അത് പിന്നെ ഷോ ചെയ്യാൻ ചോദിക്കാം, അങ്ങനെ എന്ത് ചോദിക്കാം. ഓക്കെ ആണല്ലോ? ഫേസ് ഡയഗ്രം വരച്ചു, ഇതും വരച്ചു. റൈറ്റ്? ഓക്കെ. ഇനി അടുത്ത് show that the current leads the voltage by pi by 2 when an AC voltage applied to a capacitor. ഒരു കപ്പാസിറ്ററിന് AC വോൾട്ടേജ് കൊടുക്കുമ്പോൾ അവിടെ ആര് പിന്നെ ലാഗ് ചെയ്യും? വോൾട്ടേജ് കറണ്ടിനെ 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നുള്ളത് പ്രൂവ് ചെയ്യണം. ആയിക്കോട്ടെ, ചെയ്യാം. സോ ലിസൺ മക്കളെ, നമുക്കറിയാം കപ്പാസിറ്ററിന്റെ കേസിൽ അല്ലെ വി കൊടുത്ത വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു എന്താ? വി എം സൈൻ ഒമേഗ ടി എന്ന വോൾട്ടേജ് നമ്മൾ കൊടുത്തു. വി പറഞ്ഞാൽ ക്യൂ ബൈ സി ആണ്. ഓക്കെ, ക്യൂ ബൈ സി. കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ എന്താ? ക്യൂ ബൈ സി ഇസ് ഈക്വൽ ടു എന്താ? വി എം സൈൻ ഒമേഗ ടി. എടാ ക്യൂ പറഞ്ഞാൽ എന്താ? സി ഇൻറ്റു വി എം സൈൻ ഒമേഗ ടി. ഇവിടുന്ന് രണ്ട് ഭാഗവും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഐ എന്താ വരിക? ഡി ക്യൂ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് സി വി എം സൈൻ ഒമേഗ ടി. that becomes ഞാൻ ഇവിടെ കേട്ടോ, ഐ ഇസ് ഈക്വൽ ടു സി വി എം പുറത്തേക്ക് വന്നാൽ സൈൻ ഡെറിവേറ്റീവ് എന്താ? കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ ഉണ്ടാവും. ദാറ്റ് ഈസ് സി ഒമേഗ വി എം കോസ് ഒമേഗ ടി. കോസ് ഒമേഗ ടി ഞാൻ സൈൻ 90 പ്ലസ് ഒമേഗ ടി എന്ന് എഴുതുകയാണ്. 90 പ്ലസ് ഒമേഗ ടി അങ്ങനെ. അപ്പൊ ഈ സീക്വൽ ഞാൻ ഇതിന്റെ വി എം ബൈ 1 ബൈ സി ഒമേഗ എഴുതിയ കുഴപ്പമില്ലല്ലോ. ആ 1 ബൈ സി ഒമേഗ മുകളിൽ കയറുമ്പോൾ സാധാ പോലെ തന്നെ ആയി, കുഴപ്പമൊന്നുമില്ല. ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് എഴുതി. ഐ അല്ലേ? ഐ ബിക്കംസ് ഈക്വൽ ടു എന്താണ്? ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആണ്. സോ ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി അല്ലെ? ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആണ്. സോ കറണ്ട് മുമ്പിലാണ് വോൾട്ടേജിന്റെ, ബിക്കോസ് വി എന്താ? വി എം സൈൻ ഒമേഗ ടി ആണ്. കറണ്ട് എന്താ? ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആണ്. റെഡി? അപ്പൊ ഇതാണ് അതിന്റെ ഒരു പറഞ്ഞ പ്രൂഫ്. ഇത് പഠിക്കണം മക്കളെ. AC voltage applied to a resistor, applied to a capacitor, applied to a inductor ഒക്കെ ഞാൻ പറഞ്ഞു. റൈറ്റ്? ഓക്കെ. സോ സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ഫേസർ ഡയഗ്രാം വരക്കുകയാണെങ്കിൽ കറണ്ട് ഇങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് എന്താ? കറണ്ട് മുന്നിലല്ലേ? അപ്പോ കപ്പാസിറ്ററിലെ കറണ്ട് ഇങ്ങനെ. വോൾട്ടേജ് എത്ര? വോൾട്ടേജ് അപ്പൊ പിന്നിലാ. അപ്പൊ കപ്പാസിറ്ററിലെ വോൾട്ടേജ് ഇങ്ങനെ വി സി ഇങ്ങനെ വരക്കേണ്ടി. റൈറ്റ്? ഓക്കെ. ഇനി അടുത്ത് write the equation for inductive reactance. മക്കൾ നേരത്തെ ഞാൻ കറണ്ട് എഴുതിയപ്പോൾ I is equal to Vm divided by L omega sin omega t minus pi by 2 എന്നല്ലേ എഴുതിയ ഇൻഡക്ടറിന്റെ കേസിൽ. അപ്പൊ ഇവിടെ ഇതിനെ ഐ എം എന്ന് വിളിച്ചില്ലേ? അപ്പൊ വി എം ബൈ ആ വോൾട്ടേജിന്റെ താഴത്ത് റെസിസ്റ്റൻസ് പോലെ ഒരാൾ വന്നാലേ അത് കറണ്ട് ആവുള്ളൂ. അപ്പൊ ഈ എൽ ഒമേഗ എന്ന് പറയുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അത് എക്സൽ എന്നാ കാണിക്കുക. അപ്പൊ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു എ സി വോൾട്ടേജ് അല്ലെങ്കിൽ എ സിക്ക് ഒരു ഇൻഡക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന തടസ്സമാണ്, ഒപ്പോസിഷൻ ആണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ. അതിന്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റൻസിനെ പോലെ ഓം ആണ് യൂണിറ്റ്. അതുപോലെ കപ്പാസിറ്റി റിയാക്ടൻസ് ഉണ്ട് കേട്ടോ. 1 എന്നാ പറയാ. അത് 1 ബൈ സി ഒമേഗയാണ്. ഇവിടെ കണ്ടല്ലോ നമ്മൾ ഒരു 1 ബൈ സി ഒമേഗ. വോൾട്ടേജിന്റെ അടിയിൽ റെസിസ്റ്റൻസ് പോലത്തെ സാധനം വന്നാലേ അത് കറണ്ട് ആവുള്ളൂ. അപ്പൊ ഈ സാധനം എന്താ? അത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എക്സ് സി എന്നാ പറയാ. സോ എക്സ് സി 1 ബൈ സി ഒമേഗയാണ്, എക്സ് എൽ എൽ ഒമേഗയാണ്. ഓക്കെ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ എ പ്യുവർ ഇൻഡക്ടർ ഓഫ് 25 മില്ലി ഹെൻറി. അപ്പൊ എൽ കിട്ടി. എൽ എത്ര? 25 ഇൻറ്റു എന്താണ് പിന്നെ എൽ എത്ര മക്കളെ? 25 ഇൻറ്റു 10⁻³ ഹെൻറി ആണ്. അടുത്ത് കണക്റ്റഡ് ടു എ സോഴ്സ് ഓഫ് 220 വോൾട്ട്. സോ വോൾട്ടേജ് സോഴ്സ് എത്ര മക്കളെ പറ? വി ആർ എം എസ് നമുക്കറിയാം. വി ആർ എം എസ് 220 വോൾട്ട് ആണ്. ഇനി ഫൈൻഡ് ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. എന്ത് കാണണം? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കാണണം. ആൻഡ് ആർ എം എസ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഓക്കെ. സോ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പറഞ്ഞാൽ എക്സൽ കാണണം. പിന്നെന്താണ് കാണേണ്ടത്? ആർ എം എസ് കറണ്ടും കാണണം. ഫ്രീക്വൻസി ഓഫ് സോഴ്സ് 50 ഹെർട്സ്.
ന്യൂ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി 50 ഹെഡ്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, വെരി സിമ്പിൾ ആണ്. ആദ്യം നിങ്ങൾ കറണ്ട് കാണണമെങ്കിൽ കറണ്ട് എന്താ, വി ബൈ IRMS ആയതുകൊണ്ട് VRMS ഡിവൈഡ് ബൈ XL ആണ്. അപ്പൊ ആദ്യം XL കാണണം. XL എങ്ങനെ കാണാം, L ഒമേഗ. ഒമേഗ എന്താ 2π ന്യൂ. അപ്പൊ എന്താ മക്കളെ നേരെ കൊടുക്കുക, XL എന്താ L ഒമേഗ. L ഒമേഗ എന്താ 2π ന്യൂ F ആണ്. ന്യൂ അല്ലെങ്കിൽ F ആണ് ഫ്രീക്വൻസി. 2π ന്യൂ ഇൻറ്റു L ആണ്. സോ 2 കൊടുത്തു, പൈ കൊടുത്തു, ഫ്രീക്വൻസി കൊടുത്തു, പിന്നെ L പറഞ്ഞാൽ എന്താ ഇൻഡക്റ്റീവ് ഇതാ കൊടുത്തു, കൊടുത്തപ്പോൾ 7.85 ഓം കിട്ടും. നൗ കാണേണ്ടത് RMS കറണ്ട്. RMS കറണ്ട് എങ്ങനെ കാണാം, VRMS ബൈ ഈ XL ചെയ്യണം. റെസിസ്റ്റൻസ് ഇവിടെ XL അല്ലേ, അപ്പൊ VRMS 220 ആണ് ബൈ 7.85 28 ആംപിയർ കിട്ടും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, അത് 1/c ഒമേഗയാണ്. ഒമേഗ 2π ന്യൂ. അപ്പൊ എന്താ 1/c into 2π ന്യൂ or 2πf. ഓക്കെ, ഇനി അടുത്ത് ക്വസ്റ്റ്യൻ. ഇഫ് 15 microfarad capacitor is connected to 220 volt AC, 50 hertz source. So മക്കളെ എന്തൊക്കെ അറിയാം, C അറിയാം, എത്ര 15 microfarad raised to -6 farads ആണ്. VRMS തന്നിട്ടുണ്ട്, VRMS എത്രയാണ് 220 volt ആണ്. ഫ്രീക്വൻസി അറിയാം 50 ഹെർട്സ് ആണ്. ഫൈൻഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആൻഡ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഓക്കെ, കപ്പാസിറ്റീവ് റിയാക്ടൻസും കാണണം, കറണ്ടും കാണണം. ഓക്കെ അല്ലേ, അപ്പൊ കപ്പാസിറ്റി നേരെ ചെയ്യാം. കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC 1/c ഒമേഗ. C അറിയാം, ഒമേഗ കാണാൻ ഫ്രീക്വൻസി. അപ്പൊ എന്താ 1/c ഒമേഗ. 1/c ക്ക് പകരം ഇത് കൊടുക്കുക, പിന്നെ ഒമേഗ പകരം 2πf ആണ്. 2 into π into 50 കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/2 into π ഉണ്ട്, ഫ്രീക്വൻസി കൊടുത്തു, പിന്നെ സിയും കൊടുത്തു. ഓക്കെ, നേരെ കൊടുത്തു, 212 ഓം കിട്ടി. ഇനി കറണ്ട് അല്ലേ കാണുന്നത്, കറണ്ട് എന്താ I is equal to V by XC ആണ്. V by XC XC കിട്ടി മുകളിൽ, V 220 വോൾട്ടാ, 20/212. ആൻസർ ഈസ് 1.04 ആവില്ല. സോ കറണ്ട് കിട്ടി. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇനി ഒരു ചോദിച്ചാൽ എന്താ പറയുക മക്കളെ, എന്താ ചോദിച്ചാൽ അടുത്ത്, if the frequency RMS ഉം പീക്കും കാണണം കറണ്ട്. RMS കറണ്ട് കിട്ടിയാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല മക്കളെ. പീക്ക് എന്താ √2 into IRMS. നേരെ ചാമ്പ്യ ആൻസർ ആ √2 into ഈ വാല്യൂ. അപ്പൊ എന്താ 1.47 കിട്ടി. സിമ്പിൾ. ഇനി അടുത്ത് മക്കളെ ശ്രദ്ധിച്ചോ. അടുത്ത് what happens to capacitor reactance and current എന്താക്കിയാൽ, if the frequency is doubled. ഫ്രീക്വൻസി ഡബിൾ ആക്കി കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസിനും കറണ്ടിനും എന്താ സംഭവിക്കുക മക്കളെ, ഇവിടെ നോക്ക്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC 1/c ഒമേഗയാണ്. അതായത് 1/c into 2π ന്യൂ ആണ്. ഫ്രീക്വൻസി ഡബിൾ ആക്കിയാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് പകുതിയാവും. ഓക്കെ ആണല്ലോ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്താവും, പകുതിയാവും. ഇനി കറണ്ട് എന്താവും, കറണ്ട് പറഞ്ഞാൽ എന്താ I is equal to V by എന്താണ് XC ആണ്. അപ്പൊ XC പകുതി ആയാൽ കറണ്ട് എന്താവും, ഡബിൾ ആവും. അപ്പൊ കറണ്ട് എന്താവും, ഡബിൾ ആവും. മനസ്സിലായോ? ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, റൈറ്റ്? ഓക്കെ, next, obtain the expression for current when an AC voltage applied to a series LCR circuit using phasor diagram. Okay, എന്താ കാണേണ്ടത്, എക്സ്പ്രഷൻ ഫോർ കറണ്ട് ആണ്. ഓക്കെ, ഇവിടെ നോക്കടാ, ഫേസർ ഡയഗ്രം വെച്ച് കറണ്ട് നമുക്ക് കാണാം. നോക്കിട്ടോ, ഇതാണ് ഫേസർ ഡയഗ്രത്തിൽ, ഇതാണ് കറണ്ട് എങ്കിൽ ഇതാണ്, ഇത് VR, ഇത് VL, ഇത് VC. സോ ഇത് മാറ്റി വരക്കുമ്പോൾ VR, this one is VL minus VC, and this one is net voltage V. This is 5 current കണ്ടോ. ഓക്കെ, എന്താണ് സാർ, ഇതാണ് ഫേസർ ഡയഗ്രാം വോൾട്ടേജിന്റെ. നൗ കാണാൻ പറഞ്ഞ കറണ്ട് മക്കളെ എന്താ V എന്ന് പറഞ്ഞാൽ √VR² plus VL minus VC the whole square is equal to √ എന്താ VR എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. എന്താ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, അതിനെന്തുണ്ട് ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത് എന്താ VL I into XL മൈനസ് VCO I into XC the whole square. Okay, that is equal to √I² R² plus I² XL minus XC the whole square ഉണ്ടാവും. അങ്ങനെ ഹൈ സ്ക്വയർ കോമൺ ആക്കിയിട്ട് പുറത്തേക്ക് എടുക്കും. I പുറത്തേക്ക് വരുമ്പോൾ എന്താ I √R² പ്ലസ് എന്താണ്
XL minus XC the whole square എന്നുണ്ടാവും. ഓക്കെ ആണല്ലോ? റെഡി. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ഉണ്ടാവുക? ചോദിച്ചെന്തേനു? കറണ്ടാ കാണാൻ പറഞ്ഞു അല്ലേ? ആയിക്കോട്ടെ. സോ കറണ്ട് കാണാം. കറണ്ട് പറയുമ്പോൾ എന്താ മക്കളെ? ദാറ്റ് ഈസ് I is equal to V divided by root of R square plus XL minus XC the whole square. So from here voltage by താഴെ വരുന്ന ആളെ നമ്മൾ ഇംപിഡൻസ് എന്നാ വിളിക്കുക. സോ I is equal to എന്താ? V by Z ആണ്. V. അപ്പോൾ I എന്ന് പറയുന്നത് VM by Z. അപ്പൊ നമുക്ക് IM കിട്ടും, മാക്സിമം കറണ്ട് കിട്ടും. ഓക്കെ ആണോ? IRMS ആണെങ്കിലോ VRMS by Z അടിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത്, നമുക്ക് ഇംപിഡൻസ് ട്രയാങ്കിൾ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും മക്കളെ? പറ. നമുക്ക് ഈസി ആയിട്ട് കറണ്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? ഇംപിഡൻസ് ട്രയാങ്കിളിന് നെറ്റ് വോൾട്ടേജ് കാണാം, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? Z കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കറണ്ട് കിട്ടി. ദാറ്റ്സ് ഓൾ. ക്ലിയർ? ഓക്കെ. യെസ്. നോക്കണം, ശ്രദ്ധിക്കും. അപ്പോൾ ഇംപിഡൻസ്, അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കോൺസെപ്റ്റ് ആണ് വി. അതായത് വോൾട്ടേജ് ട്രയാങ്കിളിന് വി കാണാൻ പഠിക്കുക. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ? VR സ്ക്വയർ പ്ലസ് VL മൈനസ് VC ഹോൾ സ്ക്വയർ ആണ്. ഇനി അവിടുന്ന് ഇംപിഡൻസ് ട്രയാങ്കിളിലേക്ക് വരികയാണെങ്കിൽ ഇത് R ആണ്, ഇത് XL മൈനസ് XC ഉണ്ടാകും. XL മൈനസ് XC ഇതെന്താ മക്കളെ? ഇത് Z ആണ്, ഇത് ഫൈ ആണ്. ഫ്രം ഹിയർ Z വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC the whole square ഉണ്ടാവും. ഇതാണ് എന്ത്? ഇംപിഡൻസിന്റെ ഇക്വേഷൻ. ഓക്കെ, ഈ കാര്യങ്ങളും ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. നെക്സ്റ്റ്, റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഇംപിഡൻസ് ഓഫ് എ സീരീസ് LCR. നേരത്തെ പറഞ്ഞു നമ്മൾ Z is equal to root of R square plus XL minus XC the whole square ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സൈനുസോയിഡൽ വോൾട്ടേജ് ഓഫ് പീക്ക് വാല്യൂ V max തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി, ഇവിടെ ഫ്രീക്വൻസി ഉണ്ട് മക്കളെ, 50 ഹെർട്സ് ആണ്. 50 ഹെർട്സ് is applied to a series LCR circuit in R അറിയാം, L അറിയാം, പിന്നെ C അറിയാം. Find impedance. It's very simple. ഇംപിഡൻസ് കാണണമെങ്കിൽ Z കാണണം. റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC the whole square. XL XC ആദ്യം കാണണം. വേഗം XL XC കാണാം. XL കാണാം, L ഒമേഗ. L അറിയൂലേ? L എത്ര? 25.48 into 10 raised to minus 3 into L എഴുതി. ഇനി ഒമേഗ പറഞ്ഞാൽ എന്താ? 2 pi nu. 2 into pi 3.14 pi into nu എത്ര? 50. ഇത് ചാമ്പ്യ XL ഇട്ടു ചെയ്തൊക്കെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം കേട്ടോ. ഇനി അടുത്ത XC പറഞ്ഞാൽ 1 by C ഒമേഗ അല്ലേ? is equal to 1 by C എത്ര? 796 10 raised to minus 6 മൈക്രോ ആണ്. into 2 pi nu. 2 into pi into nu അടിച്ചാൽ X കിട്ടി. വാല്യൂ കണ്ടെക്ക. നേരെ ഈ ഇക്വേഷനിൽ കൊണ്ടുപോയി ചാമ്പ. ഏത് ഇക്വേഷനിൽ കൊണ്ടുപോയി ചാമ്പ? Z is equal to root of R square plus XL minus XC the whole square. ഓക്കെ, നേരെ ഇതിലേക്ക് എന്ത് ചെയ്യുക? ചാമ്പി കൊടുത്താൽ നേരെ ആൻസർ ആണ്, ഒന്നും നോക്കണ്ട, ഈസി. മക്കൾ അപ്പം എന്താ ചെയ്യേണ്ടത്? കാൽക്കുലേറ്റർ ഉപയോഗിക്കണം. നേരെ ഈ രണ്ട് വാല്യൂസും ഫൈൻഡ് ചെയ്യണം. അത് നേരത്തെ ഈ കൊണ്ടുകൊടുക്കണം. R ഇങ്ങനെ നേരെ തന്നിട്ടുണ്ട്, R നേരെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, XL XC കണ്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓൾ ഓഫ് യു ക്ലിയർ? റെഡി, സെറ്റ് മക്കളെ? ഓക്കെ ആണോ? വേമ്പടാ, കമന്റ് ചെയ്യടാ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? കുറെ പേര് ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. ഗുഡ്. സെറ്റ് ആണ്. ഓക്കെ. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the following circuit, find the impedance. ലോക്കൽ ക്വസ്റ്റ്യൻ. എടാ, ഇവിടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കാണാൻ കഴിയൂല. ഓക്കെ, കാരണം ഇംപിഡൻസ് കാണാൻ കഴിയൂല. അതിന് വോൾട്ടേജ് റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും ഇൻഡക്ടറിന്റെയും അക്രോസ് ഉള്ള വോൾട്ടേജ് മാത്രം തന്നാൽ ഇംപിഡൻസ് കാണാൻ കഴിയൂല. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ കാണാൻ പറഞ്ഞേ ഫൈൻഡ് ദ വോൾട്ടേജ് ആട്ടോ. എന്താണ്? വോൾട്ടേജ് ഇൻ സർക്യൂട്ട് ആട്ടോ. ഈ സർക്യൂട്ടിന്റെ സപ്ലൈ വോൾട്ടേജ് കാണണം. സപ്ലൈ വോൾട്ടേജിന്റെ ഇക്വേഷൻ V is equal to root of റെസിസ്റ്ററിന് കിട്ടുന്ന വോൾട്ടേജിന്റെ സ്ക്വയർ പ്ലസ് VL minus VC the whole square അല്ലേ വരിക? is equal to root of റെസിസ്റ്റർ എത്ര വോൾട്ടേജ്? 400ന്റെ സ്ക്വയർ പ്ലസ് പിന്നെ VL minus VC 300 minus 600 എത്ര? minus 300 സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 300ന്റെ സ്ക്വയർ തന്നെ നമുക്ക് അല്ലേ? minus 300 സ്ക്വയറും 300 സ്ക്വയർ ഒക്കെ സെയിം തന്നെയല്ലേ? അപ്പൊ എന്താ? റൂട്ട് ഓഫ് 400 സ്ക്വയർ പ്ലസ് 300 സ്ക്വയർ എന്താ? എടാ ഉത്തരം എന്താ? 500 വോൾട്ടേജ്.
ചില മക്കൾ എന്ത് ചെയ്യുന്ന അറിയോ, ഇത് മൂന്നും കൂട്ടിയാളും സീരീസ് കോമ്പിനേഷൻ അല്ലേ, നേരെ കൂട്ടാൻ പറ്റൂല. എ സി കൊടുക്കുമ്പോൾ ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും ഒരേ ഫേസിലല്ല വോൾട്ടേജ് ഉണ്ടാക്കുക. ഓരോ ഇൻസ്റ്റന്റിലും ശ്രദ്ധിക്കാം, അവരെ ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അതായത് ഈ ഇൻഡക്ടറിൽ ഇപ്പൊ 300 വോൾട്ട് ആണെങ്കിൽ ഇവിടെ 300 വോൾട്ട് അല്ല ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ 400 എപ്പോഴും 400 തന്നെ ഉണ്ടാവും. പക്ഷെ ഈ വാല്യൂസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. റെഡി? അപ്പോൾ ആ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യടാ, അത് നിങ്ങൾ നോക്കുകയും ചെയ്യുക. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ്. In the following circuit, find the impedance. മക്കളെ, ഇതിന്ന് ഇംപെഡൻസ് കാണാൻ പറ്റും. ഇതിന്ന് ഇംപെഡൻസിന്റെ ഇക്വേഷൻ എന്താ? Z is equal to root of R square plus XL minus XC the whole square is equal to root of R square 5 square plus XL minus XC. റെസിസ്റ്റൻസ് XL XC തന്നിട്ടുണ്ട്. ഓം പറഞ്ഞ XL XC ആണ് എന്തായാലും. ഓക്കെ, സോ 15 മൈനസ് 3 എത്ര മക്കളെ? 12ന്റെ സ്ക്വയർ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. റൂട്ട് 169 ആണ്, 13 ഓം വരിക കേട്ടോ. എത്ര വരിക? 13 ഓം. റൈറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് any two factors on which impedance of a series LCR circuit depends. എടാ, ഇംപെഡൻസിന്റെ ഇക്വേഷൻ എഴുതി വെക്കുക. റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC the whole square. XL ആരൊക്കെ ഉണ്ട്? L ഒമേഗ ഉണ്ട്. L ഒമേഗ പറഞ്ഞാൽ L into 2 pi nu. ഓക്കെ ആണല്ലോ. XCലോ 1 by C ഒമേഗ 1 by C into 2 pi nu. ഇനി പറ, ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യാ പറ? റെസിസ്റ്റൻസി ഡിപ്പെൻഡ് ചെയ്യൂലേ? ചെയ്യും. കപ്പാസിറ്റൻസി ഡിപ്പെൻഡ് ചെയ്യൂലേ? ചെയ്യും. ഇൻഡക്റ്റൻസി ഡിപ്പെൻഡ് ചെയ്യൂലേ? ചെയ്യും. ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യൂലേ? ചെയ്യും. ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞതിൽ ആരെങ്കിലും ഒന്ന് മാറിയാൽ മതി, ഇംപെഡൻസ് മാറും. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ്. Using impedance diagram, obtain the expression for phase difference between voltage and current in a series LCR circuit. എടാ, phase difference കാണുന്ന ഇക്വേഷൻ എടാ ഇവിടെ നോക്ക്. ദാ ഇംപെഡൻസ് ട്രയാങ്കിൾ ആട്ടോ. ഇത് R ആണ്, ഇത് XL മൈനസ് XC ആണ്, ഇതെന്താ Z ആണ്, ഇത് phi ആണ്. ഇംപെഡൻസ് ട്രയാങ്കിൾ ആയി ചോദിച്ചാൽ എന്താ അറിയോ? ഫേസ് ഇതാ phi ആണ് കാണുന്നത്. സോ വാട്ട് ഈസ് tan phi? Tan phi is equal to XL minus XC by R ആണ്. What is phi? Tan inverse of എന്താ? XL minus XC by R. That is phi. Phase difference, right? Okay. Next. What is the principle behind tuning of radio or TV? Okay. നമുക്ക് ശ്രദ്ധിക്കും, നമ്മൾ ഈ പിന്നെ റേഡിയോ ഒക്കെ ട്യൂൺ ചെയ്യല്ലേ? എങ്ങനെ ട്യൂൺ ചെയ്യൂലേ? ഈ ട്യൂൺ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ റേഡിയോന്റെ ഉള്ളിൽ സർക്യൂട്ട് ഉണ്ടാവും, LCR. അതിൽ ആ കപ്പാസിറ്റൻസ് നമ്മൾ ഇങ്ങനെ മാറ്റുക ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡക്റ്റൻസും മാറ്റായതാണ് കുഴപ്പമില്ല. മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ റെസണൻസ്, ഇതിപ്പം നമുക്ക് 91.9 റേഡിയോ മാംഗോ ഫ്രീക്വൻസി നമുക്ക് കിട്ടേണ്ടതെങ്കിൽ ഇതിന്റെ പിന്നെ റെസണൻസ് ഫ്രീക്വൻസി 91.9 എത്തിക്കണം. അപ്പോഴേ അതിനൊരു സിങ്ക് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, നമ്മൾ ഈ ട്യൂണിങ്, അതായത് റേഡിയോ ട്യൂണിങ് എന്ന് പറഞ്ഞത് ശരിക്കും റെസണൻസ് എന്ന ആ ഒരു ഫിനോമിനൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പം എന്ത് പ്രിൻസിപ്പിളിന്റെ ബേസിലാണ്? റെസണൻസ് എന്ന പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് ഈ സാധനം ട്യൂൺ ചെയ്യൽ. റൈറ്റ്? റെസണൻസിങ് ഓർമ്മ ഉണ്ടോ? എന്താ റെസണൻസ്? മക്കളെ ശ്രദ്ധിക്കുക. അറ്റ് റെസണൻസ് ഒരു LCR സർക്യൂട്ട്, LCR സീരീസ് സർക്യൂട്ട്, ഈ LCR സീരീസ് സർക്യൂട്ട് റെസണൻസ് ആവൽ എപ്പോഴാ ചോദിച്ചാല്, എടാ മക്കളെ, XL-ഉം XC-യും ഈക്വൽ ആകുമ്പോൾ, ഫ്രീക്വൻസി 1/√LC ആകുമ്പോൾ, റെസണൻസ് ഫ്രീക്വൻസി 1/nu ആണെങ്കിൽ 1/2π√LC ആകുമ്പോൾ റെസണൻസ് ഫ്രീക്വൻസിയാണ്. ഈ ഫ്രീക്വൻസിയിൽ ഈ LCR സർക്യൂട്ട് എന്താണ്? അത് റെസണൻസ് കണ്ടീഷനിലാവും. അപ്പൊ XL XC ഈക്വൽ ആകും. XL XC ഈക്വൽ ആകുമ്പോൾ L ഒമേഗയും 1/C ഒമേഗ ഈക്വൽ ആകുമ്പോൾ ഒമേഗ സ്ക്വയർ is equal to 1/LC ആകുമ്പോൾ ഒമേഗ എന്താ? 1/√LC ആണ് വരിക. അവിടെ എഴുതിച്ച്. ഓക്കെ ആണോ? റെസണൻസ് ഫ്രീക്വൻസി കേട്ടോ. ആയിക്കോട്ടെ. ഇനി കേട്ടോ മക്കളെ, XL XC ഈക്വൽ ആകുമ്പോൾ Z R ആവും. ഇംപെഡൻസ് റെസിസ്റ്റൻസിന് ഈക്വൽ ആവും. കാരണം എന്താ? റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. XL മൈനസ് XC 0 ആവും. അപ്പൊ എന്താ? റൂട്ട് ഓഫ് R സ്ക്വയർ എന്താ? R. അപ്പൊ Z എന്താവും? R ആവും. ഓക്കെ, സോ കറണ്ട് ബിക്കംസ് മാക്സിമം. മാക്സിമം ന്റെ വാല്യൂ വരിക V/Z പകരം V/R എന്നാവും. അപ്പൊ ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് റെസണൻസിൽ. റെസണൻസ് സംഭവിക്കൽ ഞാൻ ഈ പറഞ്ഞ ഫ്രീക്വൻസിയിലാണ്.
ഈ ഫ്രീക്വൻസി AC ആണ് നമ്മൾ കൊടുക്കണമെങ്കിൽ ആ റെസൊണൻസ് സംഭവിക്കും. റെസൊണൻസ് സംഭവിക്കുമ്പോൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും സെയിം ആയിരിക്കും, XLXC സെയിം ആയിരിക്കും. അപ്പോൾ അവിടെ സംഭവിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ Z R ആയിട്ട് മാറും. Z ഉണ്ടാകാവുന്ന മിനിമം വാല്യൂ ആണ് R. അപ്പൊ Z മിനിമം ആകുമ്പോൾ കറണ്ട് എന്താവും? മാക്സിമം ആവും. സോ അവിടുത്തെ കറണ്ട് എന്താ? മാക്സിമം ആണ്. അവിടെ എപ്പോഴാണ് മാക്സിമം ആവുക? റെസൊണൻസ് ആവുമ്പോൾ മാക്സിമം ആവും. മാക്സിമം വാല്യൂ എത്ര ഉണ്ടാവുക? V/Z ആണ്. Z R ആണ്. അപ്പൊ V/R ആയിരിക്കും. അപ്പൊ റെസൊണൻസ് സംഭവിക്കുമ്പോൾ LCR സീരീസ് സർക്യൂട്ടിൽ നിങ്ങൾക്ക് കറണ്ട് മാക്സിമം കറണ്ടിന് V/R എന്ന് കൊടുക്കാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് സെറ്റ് ആണല്ലോ. 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ റെസൊണൻസ് ഇൻ എ സീരീസ് LCR സർക്യൂട്ട്? സീരീസ് LCR സർക്യൂട്ടിൽ റെസൊണൻസ് കണ്ടീഷൻ എന്താ? XL ഉം XC യും ഈക്വൽ ആവുക, L ഒമേഗയും 1/C ഒമേഗയും ഈക്വൽ ആവുക, ഒമേഗ 1/√LC ആവുക, ന്യൂ എന്താവുക? 1/2π√LC ആവുക. അത്രേ ഉള്ളൂ. ഇതും പറയാം കേട്ടോ. XL XC ഈക്വൽ ആവുക, പിന്നെന്താ? ഒമേഗ 0 ആണെങ്കിൽ 1/√LC ആകണം. ഇനി ന്യൂ 0 പറയുകയാണെങ്കിൽ 1/2π√LC ആവണം. ഈ കണ്ടീഷൻസ് ഒക്കെ റെസൊണൻസിന്റെ കണ്ടീഷൻസ് ആണ്. റൈറ്റ്. നെക്സ്റ്റ്, obtain the expression for resonance frequency. നമ്മൾ കണ്ടു ഒമേഗ XL XC ഈക്വൽ എന്ന് പറയാം, 1/C ഒമേഗയും L ഒമേഗയും സെയിം ആണെന്ന് പറയാം. അപ്പോൾ ഒമേഗ 0² 1/√LC ആണ്, ഒമേഗ 0 1/√LC എന്ന് വരും. നേരെ ഇത്. ഓക്കെ. നെക്സ്റ്റ്, ഇത് ഗ്രാഫാ. അതായത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമേഗയും Imaxും തമ്മിൽ വരക്കുന്ന ഒരു ഗ്രാഫാ. മക്കളെ എന്താ Imax? Imax എന്ന് പറഞ്ഞാൽ that is Vmax/Z ആണ്. That is equal to Vmax/Z പറഞ്ഞാൽ എന്താ? √R² plus XL minus XC the whole square അല്ലേ Imax. അപ്പൊ Imaxന്റെ വാല്യൂസ് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള Imax വെച്ച് ഞാൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ലിസൺ, ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആ ഗ്രാഫ് ഞാൻ ഇങ്ങനെ പതുക്കെ ഫ്രീക്വൻസി, ഇവിടെ ഫ്രീക്വൻസി ആട്ടോ, ആംഗുലർ ഫ്രീക്വൻസി ആണ്, ഇവിടെ Imax ആണ്. ഞാൻ ഫ്രീക്വൻസി ഇങ്ങനെ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? കറണ്ട് ഇങ്ങനെ കൂടി വരും. കൂടി കറണ്ട് എന്ത് ചെയ്യും? ഒരു പീക്കിലെത്തും. പിന്നെ കറണ്ട് ഇങ്ങനെ കുറഞ്ഞു വരിക ചെയ്യുക. കാരണം ഈ പീക്കിലെത്തുമ്പോൾ ഏത് ഫ്രീക്വൻസി ആയിരിക്കും നിങ്ങൾക്ക്? അത് റെസൊണൻസ് ഫ്രീക്വൻസി ആയിരിക്കും. അപ്പൊ റെസൊണൻസ് ഫ്രീക്വൻസി ആവുമ്പോൾ കറണ്ട് എന്താ? ഏറ്റവും മാക്സിമം. കാരണം ഈ ഇക്വേഷനിൽ റെസൊണൻസ് ഫ്രീക്വൻസി എത്തുമ്പോൾ ഇത് രണ്ടും സെയിം ആവും. അപ്പോൾ എന്താവും? √R² മാത്രം. അപ്പൊ എന്താ? Vm/R. അതായത് ഈ താഴത്തെ വാല്യൂ ഉണ്ടാകാവുന്നത് വെച്ച് ഏറ്റവും ചെറിയ വാല്യൂ ആണ് എന്ത്? R. അപ്പൊ മാക്സിമം എന്തായിരിക്കും? കറണ്ട് ആയിരിക്കും. അപ്പൊ ആ കറണ്ട് മാക്സിമം എത്തും. കണ്ടോ? അപ്പൊ ഇത് റെസൊണൻസ് ഫ്രീക്വൻസി ഉള്ള എന്താണ്? കറണ്ട്. അപ്പൊ ഫ്രീക്വൻസി റെസൊണൻസ് ഫ്രീക്വൻസി ആവുമ്പോൾ കറണ്ട് മാക്സിമം. ഫ്രീക്വൻസി റെസൊണൻസ് ഫ്രീക്വൻസിനേക്കാൾ കുറഞ്ഞാലും കൂടിയാലും എന്താ? കറണ്ട് കുറയാണ് ചെയ്യാം. ഓക്കെ ആണല്ലോ? റൈറ്റ്. അടുത്ത നെക്സ്റ്റ്, obtain the expression for power in an AC circuit. ഒരു AC സർക്യൂട്ടിന്റെ പവർ കാണാൻ ചോദിക്കും. മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പവർ ഇൻ AC സർക്യൂട്ട് നേരത്തെ കണ്ടിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്യാം. അത് റെസിസ്റ്ററിന്റെ മാത്രമാണ് കണ്ടത്. P is equal to എന്താ മക്കളെ? VI ആണ്. V എന്ന് പറഞ്ഞാൽ എന്താ? Vm sin omega t. ഓക്കെ. ഇനി I എന്ന് പറഞ്ഞാൽ എന്താ? Im sin omega t കൊടുക്കരുത്, sin omega t plus 5 എന്നോ എന്തോ കൊടുക്കുക. കാരണം എന്താ? ഇത് LCR സർക്യൂട്ടാ. ഓക്കെ. അപ്പൊ +5 എന്നോ -5 ഒന്നും കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. സോ ഇത് ഇൻസ്റ്റന്റേനിയസ് പവർ ആണ്. സോ വാട്ട് ഈസ് P ആവറേജ്? ഞാൻ കൊണ്ട് നേരത്തെ പറഞ്ഞു P ആവറേജ് എങ്ങനെ കാണുക? 1/t into integral 0 to t P ഇൻസ്റ്റന്റേനിയസ് dt ആണ് വരിക. അതിന് ഇതൊന്ന് പ്രോസസ് ചെയ്യാം. എങ്ങനെ? Vm Im ആദ്യം എഴുതി, എന്നിട്ടോ sin omega t എഴുതി, എന്നിട്ടോ അടുത്ത sin omega t plus 5 അല്ലേ? എന്താ? sin a plus b. എന്താ? sin a cos b plus cos a sin b. ഓക്കെ ആണല്ലോ? അത് എഴുതി. ഇനി sin omega t ന്റെ ഇവിടെ ഉള്ളിക്കട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ ഉള്ളിക്കട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കാം കേട്ടോ. അപ്പൊ P ഇൻസ്റ്റന്റേനിയസ് എന്തായി മാറും നമുക്ക് നോക്കാം. വാട്ട് ഈസ് P ഇൻസ്റ്റന്റേനിയസ്? Vm Im ബ്രാക്കറ്റിന്റെ ഉള്ളില് sin² omega t cos 5 plus sin omega t cos omega t sin 5 എന്ന് വരും. ഓക്കെ. that is അത് ഞാൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്താ? 1/t integral 0 to t P ഇൻസ്റ്റന്റേനിയസ് പറഞ്ഞാൽ എന്താ? Vm Im പിന്നെ ബ്രാക്കറ്റില് sin² omega t cos 5 plus sin omega t cos omega t sin 5 എന്ന് വരും. ഇൻറ്റു dt വരും. that is equal to 1/t Vm Im പുറത്തേക്ക് വരും, integral 0 to t. ഓക്കെ. ഉള്ളില് sin² omega t sin 5 dt വരും.
പ്ലസ് എന്താ മക്കളെ, പ്ലസ് എന്താ മക്കളെ, സൈൻ ഒമേഗ ടി കോസ്, ഈ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടിനെ ഇങ്ങനെ എഴുതിയാലോ, സൈൻ 2 ഒമേഗ ടി ബൈ 2. സൈൻ 2 ഒമേഗ ടി, 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ബൈ 2 പറയുമ്പോൾ എന്താ 2 കട്ടോ, അപ്പോൾ എന്താ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി മാറും. ഓക്കെ, അപ്പോൾ സൈൻ 2 ഒമേഗ ടി ബൈ 2 ഇത് ആരെ, സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി കേട്ടോ, ഇൻറ്റു എന്തുണ്ട്, ഡി ടി ഉണ്ട്. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ടി വി എം ഐ എം ഇൻറ്റു ഇൻറ്റഗ്രൽ, ഞാൻ സ്പ്ലിറ്റ് ആക്കാൻ പോവാണ്, ഇൻറ്റഗ്രൽ 0 ടു ടി സൈൻ സ്ക്വയർ ഒമേഗ ടി സൈൻ 5 ഡി ടി പ്ലസ് integral 0 to t sin 2 omega t by 2 dt. ഞാൻ നേരത്തെ കൂടി പറഞ്ഞിരുന്നു, ഒരു ഫുൾ സൈക്കിളിലേക്ക് സൈൻ ഫംഗ്ഷൻ ചെയ്താലും കൊസൈൻ ഫംഗ്ഷൻ ഇന്റഗ്രൽ 0 ആണ് കിട്ടുക. അപ്പോൾ ആ ടേം എന്താവും, 0. ഇനി ബാക്കിയുള്ളത് പറ, ബാക്കി എന്താ ഉള്ളത് പറ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by t v m I m integral 0 to t sin square omega t 1 minus cos omega t by 2 എന്ന് എഴുതാം. ഓക്കെ, സോറി cos 2 omega t by 2. ഓക്കെ അല്ലേ, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എന്താടാ sin 5 dt. sin 5 എന്ത് ചെയ്യടാ, പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ, ഓക്കെ 1 സെക്കൻഡ്, സോറി സൈൻ അല്ല മക്കളെ, കോസ് അല്ലത്, മാറിപ്പോയേ, ഇത് കോസ് ആണ്, ഇത് കോസ്, കോസ് ഞാൻ അവിടെ നിന്ന് എടുത്ത് ചെയ്തപ്പോൾ മാറിപ്പോയത് കേട്ടോ, കോസ്. ഓക്കെ, ഇനി പറ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ടി വി എം ഐ എം. എടാ ഇത് സ്പ്ലിറ്റ് ആക്ക്, എങ്ങനെ, ഇത് ഞാൻ ഇൻറ്റഗ്രൽ 0 ടു ടി ഹാഫ് കോസ് 5 ഡി ടി മൈനസ് ഇൻറ്റഗ്രൽ 0 ടു ടി കോസ് 2 ഒമേഗ ടി ബൈ 2 കോസ് 5 ഡി ടി എന്നാക്കി. ഞാൻ പറയും വീണ്ടും കോസ് 5 കോൺസ്റ്റന്റ്, അതുകൊണ്ട് ഈ ഇന്റഗ്രൽ എന്താവും, വീണ്ടും 0. അപ്പോൾ നമുക്ക് ഇവരെ പറയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ടി വി എം ഐ എം ഇന്റഗ്രൽ 0. അപ്പോൾ ഹാഫ് പുറത്ത് വരുമ്പോൾ ഇന്റഗ്രൽ എന്താ, കോസ് 5 പുറത്ത് കോൺസ്റ്റന്റ് അല്ലേ, ഇന്റഗ്രൽ ഡി ടി, എന്താ ഇന്റഗ്രൽ ടി ആണ്. അപ്പോൾ എന്താ വരിക, 1 ബൈ ടി വി എം ഐ എം ഇൻറ്റു 1 ബൈ 2 കോസ് 5 ടി, ലിമിറ്റ്സ് 0 ടു ടി കൊടുക്കും, that is equal to 1 by t vm im into half cos 5 into t എന്ന് വരും. t കട്ട് ആവും, അപ്പോൾ എന്താ വരിക, vm by root 2 into im by root 2 into cos 5, that is താഴെ 2 നെ root 2 ആക്കി, so vrms irms cos 5 ആണ് p average. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, റെഡി? ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണല്ലോ, റെഡി? സോ ക്വസ്റ്റ്യൻ നോക്കടാ, ഡ്രോ ദ ഇംപെഡൻസ് ഡയഗ്രാം ആൻഡ് റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ പവർ ഫാക്ടർ ഫ്രം ഇറ്റ്. പവർ ഫാക്ടർ ഇംപെഡൻസ് ട്രയാങ്കിൾ, എടാ ഇംപെഡൻസ് ട്രയാങ്കിൾ എന്താ, ഇത് 6 XL മൈനസ് എക്സ്, ഇത് എപ്പോഴും മനസ്സിലാവണേ, ഇത് Z, ഇത് 5. പവർ ഫാക്ടർ പറഞ്ഞാൽ cos 5 ആണ്, ഇസ് ഈക്വൽ ടു cos 5 എന്താ, R by XL minus XC. That's it. Next. What is principle of transformer? Transformer principle is mutual induction. അറിയാലോ? Okay. Next. Explain with the help of NEET diagram working of transformer. ഒന്നുമില്ല, ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യാൻ മ്യൂച്വൽ ഇൻഡക്ഷന്റെ ബേസിലാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് എഴുതി വെക്കുക, റൈറ്റ്? ഓക്കെ. പിന്നെ നമുക്കറിയാം, ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ, സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ ഉണ്ടാവും അല്ലേ, പ്രൈമറി ടേൺസിന്റെ എണ്ണം കുറവ്, സെക്കൻഡറി ടേൺസ് കൂടുതൽ, പ്രൈമറി വോൾട്ടേജ് കുറവ്, സെക്കൻഡറി വോൾട്ടേജ് കൂടുതൽ, പ്രൈമറി കറണ്ട് കൂടുതൽ, സെക്കൻഡറി കറണ്ട് കുറവ്, തിക്നെസ് കൂടുതൽ, ഇവിടെ തിക്നെസ് കുറവ്. ഓക്കെ, ഈ സ്റ്റെപ്പ് ഡൗൺ ആകുമ്പോൾ ഞാൻ തിരിച്ചുണ്ടാവുക അറിയുന്നല്ലേ. പിന്നെ ഇതിന്റെ ട്രാൻസ്ഫോമർ ഇക്വേഷൻ എന്താ, NS by NP is equal to VS by VP ആണ്. ഓക്കെ, പിന്നെ IS by 100% എഫിഷ്യൻസി ഉള്ള ട്രാൻസ്ഫോമർ ആണെങ്കിൽ VS by VP is equal to IP by IS എന്നെഴുതാം ഇക്വേഷൻ, ട്രാൻസ്ഫോമർ ഇക്വേഷൻ കേട്ടോ. റെഡി അല്ലേ? അത് 100% എഫിഷ്യൻസി ആയിട്ട് മാത്രം, അല്ലെങ്കിൽ എഴുതാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. ഇനി അടുത്ത് നോക്കണം, എ പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ്സ്
ഇൻപുട്ട് പവർ അറ്റ് 3300 വോൾട്ട്. ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമറി വോൾട്ടേജ് 3300 വോൾട്ട്. ടു എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസിസ്റ്റർ പ്രൈമറി വൈൻഡിങ്സ് എത്ര? 6000 ടേൺസ്. വാട്ട് ഷുഡ് ബി ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി? NS കാണണം. ഇൻ ഓർഡർ ടു ഗെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജ് 220 വോൾട്ട്. അപ്പൊ NS ബൈ NP is equal to VS by VP ആണ്. കാണാൻ പറഞ്ഞ NS. അപ്പോൾ ഒരു കാര്യം ചെയ്യും, NS is equal to VS by VP into എന്താണ്? NP. VS എന്താ? 220. VP ഓ 3300 into NP ഓ 6000. ഓക്കെ ആണല്ലോ? 20. സോ ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്നു. ഇത് 211. അപ്പൊ 20. ഇവിടെ എത്ര പേരുന്ന? 311. സോ 3 6 കട്ട് 2 20 400 ടേൺസ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഓക്കെ, 400 ടേൺസ് ആണ്. ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ എനർജി ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ ആൻഡ് ദ മെത്തേഡ് ടു മിനിമൈസ് ദീസ് ലോസസ്. മക്കളെ, ഫ്ലക്സ് ലീക്കേജ് ഒരു ലോസ് ആണ്. പിന്നെ നമ്മൾ പറയും കോപ്പർ ലോസ് ഓർ ജൂൾ ലോസ് എന്ന് പറയും. ആ സെക്കൻഡ് വൺ റെസിസ്റ്റൻസ് ഓഫ് ദി വൈൻഡിങ്സ് എന്ന് പറഞ്ഞത്. പിന്നെ എഡി കറന്റ് ലോസും ഹിസ്റ്ററിസിസ് ലോസും ഹമ്മിങ് ലോസും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് മെയിൻ എന്ത് നമ്മുടെ ലോസുകൾ. അതെങ്ങനെ മിനിമൈസ് ചെയ്യാം? ഫ്ലക്സ് ലീക്കേജ് മിനിമൈസ് ചെയ്യാൻ നമ്മൾ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ടൈറ്റ് കപ്ലിംഗ് ആക്കുക. റെസിസ്റ്റൻസ് ഓഫ് വൈൻഡിങ്, അതായത് പിന്നെ വൈൻഡിങ്സിന്റെ റെസിസ്റ്റൻസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹീറ്റ് ലോസ് കുറെ ഉണ്ടാവും. റെസിസ്റ്റൻസിൽ കറണ്ട് ഇങ്ങനെ പോകണ്ടേ, കുറെ ചുറ്റുണ്ടാവില്ല, ഇങ്ങനെ ട്രാൻസ്ഫോമറിൽ. ഇപ്പോൾ കറണ്ടിന് മുമ്പ് കുറെ ഹീറ്റ് ആയി ലോസ് ഉണ്ടാവും. അപ്പൊ അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ റെസിസ്റ്റൻസ് കുറവുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം, തിക്ക് വയർ ഉപയോഗിക്കാം. അടുത്ത് എഡി കറണ്ട് ലോസ് ചെയ്യാൻ നമുക്ക് എന്താ പറ്റാം? എഡി കറണ്ട് ലോസ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്, എഡി കറണ്ട്സ് ഫോർമേഷൻ കുറക്കാൻ വേണ്ടി ലാമിനേറ്റഡ് കോർസ് ഉപയോഗിക്കാം. ലാമിനേറ്റ് ചെയ്ത കോർ ഉപയോഗിക്കുമ്പോൾ എഡി കറണ്ട് കുറയും. നെക്സ്റ്റ്, ഹിസ്റ്ററിസിസ് ലൂപ്പ് ഇതാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ഹിസ്റ്ററിസിസ് ലൂപ്പ് ഏരിയ കുറവുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ ലോസ് എന്തായാലും പഠിച്ചു വെക്കണം. മിനിമൈസേഷൻ ചോദിക്കാൻ ചാൻസ് ഒന്നും കുറവില്ല, ലോസ് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? 32 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു AC-യിൽ. റൈറ്റ്. നെക്സ്റ്റ്, EM വേവ്സ് ആണ്. മക്കളെ, എന്താ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കറണ്ടാണ്, കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും. കണ്ടക്ഷൻ കറണ്ട് എന്ന സാധാരണ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ കറണ്ടാണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ ഉണ്ടാവുന്ന കറണ്ടാണ്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈസ് ഡ്യൂ ടു എന്താണ്? ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് ഓർ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ID വെച്ചാൽ കാണിക്കുക is equal to ε0 d∅/dt ആണ്. ഫൈ എന്ന് പറഞ്ഞാൽ ഫൈ E ആണ്, ഇലക്ട്രിക് ഫ്ലക്സ് ആണ്, മാഗ്നറ്റിക് ഫ്ലക്സ് അല്ല, ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് is equal to എന്താണ്? ε0 d∅E/dt. EMF ചെറിയ ചാപ്റ്റർ ആണ്. അടുത്ത്, റൈറ്റ് ആംബിയർ മാക്സ്വെൽ. അതായത് നമ്മൾ പറഞ്ഞു ആംബിയർ മാക്സ്വെൽ, ആംബിയർ സർക്യൂട്ടൽ ലോ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കുന്ന മാക്സ്വെൽ ആണ്. അങ്ങനെ ആംബിയർ മാക്സ്വെൽ ലോ വരികയാണ്. അത് പറയാണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്താ? B.dl. എന്താണ്? ടോട്ടൽ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എനി ക്ലോസ്ഡ് ലൂപ്പ് അല്ലേ ഈസ് ഈക്വൽ ടു പഠിച്ചിനെ μ0 ടൈംസ് I എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ് എന്നായിരുന്നു പഠിച്ചിനെ. അത് തെറ്റാന്നുള്ളത് പ്രൂവ് ചെയ്തു. ആര്? പിന്നെ മാക്സ്വെൽ. അപ്പൊ പുതിയ കറണ്ട് കൂടി പറഞ്ഞതാ. അപ്പൊ എന്താ? μ0 ഇൻറ്റു I കണ്ടക്ഷൻ കറണ്ട് പ്ലസ് എന്താണ്? I ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആ വരിക. ദാറ്റ് ഈസ് μ0 ഇൻറ്റു I കണ്ടക്ഷൻ കറണ്ട് പ്ലസ് എന്താണ്? പിന്നെ ε0 ഇൻറ്റു d∅E/dt ആണ് വരിക ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ μ0 IC പ്ലസ് μ0 ε0 d∅E/dt ഉണ്ടാകും. എന്ത്? ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് എന്ത്? അവന്റെ മോഡിഫൈ ചെയ്ത ആ ഒരു മോഡിഫിക്കേഷൻ അല്ല, മോഡിഫിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ്, ഡാഷ് ഈസ് ദ സോഴ്സ് ഓഫ് EM വേവ്സ്. EM വേവ്സിന്റെ സോഴ്സ് എന്താ? ആക്സിലറേറ്റിംഗ് ചാർജ് അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് ചാർജിന് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. ചാർജിന്റെ ആക്സിലറേഷൻ കൊണ്ട് EM വേവ് ഉണ്ടാവുക. ചാർജ് മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ചാർജ് റെസ്റ്റ് നിൽക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് മാത്രം. റൈറ്റ്. നെക്സ്റ്റ്, ഇതൊരു EM വേവ് ആണ്. അപ്പോൾ EM വേവിന്റെ പ്രത്യേകത ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് എന്താ പറയാ വേവും മാഗ്നറ്റിക് വേവും എന്തായിരിക്കും? പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്തുണ്ടാവുക? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഉണ്ടാവുക. ഇവിടെ XY പ്ലെയിനിലാണ് ശരിക്കും ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ്. അതുപോലെ തന്നെ Y പിന്നെ എന്താണ്? ഇതിൽ Y അല്ലേ? YZ പ്ലെയിനിലാണ് ആരുള്ളത്? ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് ഉള്ളത്. എന്നാൽ Z ലേക്കാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്,
അപ്പോൾ ഇത് അതിന്റെ ഒരു ഫിഗർ കൃത്യമായി പഠിച്ചു വെക്കാം. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാ? സെഡിലേക്കാണ്. സെഡിലേക്കാണ് പ്രൊപ്പഗേഷൻ എങ്കിൽ എക്സ് സെഡ് പ്ലെയിനിലാണ് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ കാണിക്കുന്നതെങ്കിൽ വൈ സെഡ് പ്ലെയിനിലാണ് നിങ്ങൾ എന്ത് കാണിക്കേണ്ടത്? മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് കാണിക്കേണ്ടത്. അപ്പോൾ രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട് പ്രൊപ്പഗേഷൻ ഉണ്ടാവും കേട്ടോ. സോ പ്രൊപ്പഗേഷൻ സെഡിലേക്കായിരിക്കും. റൈറ്റ്. നെക്സ്റ്റ്, write the equation for electric and magnetic fields. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ്സും ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡ്സും ഉണ്ട്. അപ്പോൾ ഈ എക്സ് പറഞ്ഞാൽ എന്താ? എക്സിലാണല്ലോ ഈ ഇലക്ട്രിക് ഫീൽഡ് കാണിച്ചിനി. അപ്പോൾ ഈ എക്സ് ഈക്വൽ എന്താ? E0. എന്താ E0 പറഞ്ഞാല്? E0 പറഞ്ഞാൽ ഈ പീക്ക് ആണ് എന്ത്? ഈ പീക്കിനെയാണ് E0 വിളിക്കുക കേട്ടോ. ഓക്കെ. B0 പറഞ്ഞാൽ ഈ പീക്ക് ആണ് എന്ത്? B0 വിളിക്കുക കേട്ടോ. ഓക്കെ. സോ പറ എന്താണ്? ഈ എക്സ് is equal to E0 into sin kz. എങ്ങോട്ടേക്കാ പോകുന്നത്? സെഡിലേക്കാ പോകുന്നത്. അതുകൊണ്ട് kz മൈനസ് എന്താണ്? ഒമേഗ ടി. ഇനി ഒമേഗ ടി മൈനസ് kz എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇനി ബി വൈ ആണെങ്കിലോ? വൈയിലാണല്ലോ ശരിക്കും എന്ത്? വൈസെഡ് പ്ലെയിനിലാണല്ലോ ഈ സാധനം ഉള്ളത്. അപ്പൊ എന്താ? ബി വൈ ഇസ് ഈക്വൽ ടു എന്താ? B0 into സൈൻ ആണ് അല്ലേ? സൈൻ എന്താണ്? z ആണ്. kz മൈനസ് ഒമേഗ ടി വരിക. ഓക്കെ ആണല്ലോ? സെറ്റ്. ഇനി അടുത്ത് ലിസ്റ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഏതെങ്കിലും നാലിനൊക്കെ ഇങ്ങനെ എഴുതാനുള്ളൂ. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ എന്താണ്? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ഉണ്ടാവുക എന്നുള്ള കാര്യം പറയാം. സ്പീഡ് c is equal 1/root of mu0 into epsilon 0. അതൊക്കെ പ്രോപ്പർട്ടി വേണമെങ്കിൽ പറയാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? പിന്നെ അതായത് റേഷ്യോ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് കിട്ടും? വെലോസിറ്റി ഓഫ് EM വേവ് കിട്ടും. അതൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ നോ മെറ്റീരിയൽ മീഡിയം ഈസ് റിക്വയർഡ് ഫോർ പ്രൊപ്പഗേഷൻ ഓഫ് എന്താണ്? പിന്നെ EM വേവ്സ്. EM വേവ്സ് പോകാൻ എന്ത് വേണ്ട? മീഡിയത്തിന്റെ ആവശ്യമില്ല. ഓക്കെ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാരീസ് എനർജി ആസ് വെൽ ആസ് മൊമെന്റം. എനർജിയും ക്യാരി ചെയ്യുന്നുണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് പിന്നെ ഈക്വൽ ആയിട്ട്, അതായത് ഇലക്ട്രിക് ഫീൽഡിലും എനർജി ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡിലും എനർജി ഉണ്ട്. രണ്ട് എനർജി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എനർജി ഉണ്ട്, മൊമെന്റം ഉണ്ട്. മൊമെന്റം ആണ് എന്ത്? എനർജി ബൈ സി അടിച്ചാൽ എന്ത് കിട്ടും? അതിന്റെ മൊമെന്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും നാലിന് എന്തായാലും പഠിച്ചു വെക്കുക, ബിക്കോസ് എക്സാം എഴുതുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ന്യൂമറിക്കൽ പ്രോബ്ലം. A plain electromagnetic wave on a frequency 25 megahertz ആണ് traveling free space along x direction at a particular point in space and time E is equal to 6.3 J. Okay അല്ലേ? What is B at this point? ഈ വാല്യൂ കിട്ടി, ആ പോയിന്റിലെ ബി വാല്യൂ കാണണം. ഓക്കെ ആണല്ലോ? സോ മക്കളെ എങ്ങനെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് നമ്മൾ ആദ്യം C is equal to E0 by B0 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അവിടെ നമുക്ക് എന്തറിയാം മക്കളെ? പറ. നമുക്ക് ഈ വാല്യൂ നമുക്ക് അറിയാം. പിന്നെ സിന്റെ വാല്യൂ നമുക്ക് അറിയാം, 300/8 ആണ്. അപ്പൊ ഈ വാല്യൂ ഇതും വെച്ച് നമുക്ക് വേഗം എന്ത് കാണാം? B0 എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ ബി നമുക്ക് ഫൈൻഡ് വാട്ട് ഈസ് ബി അറ്റ് ദിസ് പോയിന്റ് എന്നാ ചോദിക്കണം അല്ലേ? ഡയറക്ഷനിലുള്ള ബി അല്ലേ ചോദിക്കാം. അപ്പൊ നേരെ ചെയ്താൽ മതി. 2.1 × 10⁻⁸ ടെസ്ല എന്ന് കണ്ടാൽ മതി. നോ ഇഷ്യൂ. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. സി ഇസ് ഈക്വൽ ടു എന്താണ്? E0 by B0. അവിടെ സി നമുക്ക് അറിയണം. സി എപ്പോഴും എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ വാക്വം ആണ്. ഓക്കെ. അതുപോലെ 300/8 ആണ്. നേരെ കൊടുക്കുക. B0 കാണാം. ദാറ്റ്സ് ഓൾ. ഓക്കെ. നെക്സ്റ്റ്, ഇതൊരു കാര്യം കൂടി എന്താ പറഞ്ഞത്? ഇലക്ട്രിക് ഫീൽഡ് ജെയിലാണ് അല്ലേ? അപ്പൊ ജെ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വൈ ഡയറക്ഷനിലാണുള്ളത്. അപ്പോ പിന്നെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? എക്സിലേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കായിരിക്കും ഉണ്ടാവുക? എക്സിലേക്ക് അല്ല, ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? വൈയിലേക്കാണ്. പിന്നെ ഇത് പോണത് എക്സിലേക്കാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ് ഉണ്ടാവുക? വൈയിലേക്കല്ല, സെഡിലേക്കാണ് ഉണ്ടാവുക. സോറി, സെഡിലേക്ക്. റൈറ്റ്. ഓക്കെ. മൂന്നും പെർപെൻഡിക്കുലർ ആണല്ലോ. പ്രൊപ്പഗേഷനും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം എന്തായിരിക്കും? എപ്പോഴും പെർപെൻഡിക്കുലർ ആയിക്കൊണ്ടാവുക കേട്ടോ. റെഡി? നെക്സ്റ്റ്, അടുത്തതായിട്ട് the magnetic field in a plane. എടാ മക്കൾ നോക്കടാ. the magnetic field in a plane electromagnetic wave is given by the. ഇത് ഒരു പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? B0. വാട്ട് ഈസ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദി വേവ്? മക്കളെ എപ്പോഴും ഓർക്ക് വേവ് ലെങ്ത് കെന്റെ കയ്യിലാണ് ഉണ്ടാവുക, ഫ്രീക്വൻസി ഒമേഗന്റെ കയ്യിലാണ് ഉണ്ടാവുക. ഒമേഗ ടീന്റെ എപ്പോഴും, അതുപോലെ കെ എക്സിന്റെ എപ്പോഴും ഉണ്ടാവുക. എക്സിന്റെ എപ്പോഴും കെ പറഞ്ഞാൽ എന്താ? 2π/λ ആണ്. ലാംഡ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാംഡ എന്താ? 2π/k ആണ്. 2π/k അടിച്ചാൽ മതി. k എന്ന് പറഞ്ഞാൽ ഇതാണ്. 2π/ അതടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ലാംഡ കിട്ടി. ഇനി എന്താ കാണാൻ പറഞ്ഞേ? ഫ്രീക്വൻസി കാണാൻ പറഞ്ഞു. ഫ്രീക്വൻസി ഉണ്ടാവുക ടീന്റെ ഒപ്പം. ടീന്റെ ഒപ്പം ഉള്ളത് ഒമേഗ. ഒമേഗ എന്താ? 2πν. ഓക്കെ അല്ലേ? 2πν ആണ്. ഒമേഗന്റെ വാല്യൂ ഇതാണ്. അപ്പൊ എന്താ? ω/2π ആണ് ന്യൂ വരിക. അപ്പൊ ന്യൂ എന്താ? ω/2π. ഒമേഗ എന്താ? ഇത് 2π അടിക്കുമ്പോൾ ആൻസർ കിട്ടും. ദാറ്റ്സ് ഓൾ, സിമ്പിൾ. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. മക്കളെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ കിട്ടി. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ കാണണം. ഈ പിന്നെന്തായിരിക്കും? ഈ വൈ എങ്ങോട്ടേക്ക് ഇതെങ്ങനെ പോണത്?
നിങ്ങളുടെ പോണ് പറഞ്ഞില്ലല്ലോ, ഇല്ല. അപ്പൊ ഈ അങ്ങോട്ടേക്കുള്ളത് നമുക്കറിയോ, ബി ഈസ് എലോങ് വൈ ഡയറക്ഷൻ ആണ്, അത് നമുക്കറിയാം. ബി വൈയിലേക്ക് നമുക്കറിയാം. പിന്നെ പ്രൊപ്പഗേഷൻ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? സോറി, ഇതാ ഇവിടെ എക്സിലേക്കാണ് പറഞ്ഞിട്ട്. ഓക്കെ ഫൈൻ, ഇത് എക്സ് അല്ലേ, അപ്പൊ എക്സിലേക്കാണ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എങ്ങോട്ടേക്ക് വൈയിലേക്കാണ് ബി ഉണ്ടാവാന്ന്, സോറി ഇ ഉണ്ടാവാൻ, വൈ അല്ല സോറി സെഡിലേക്കാണ് ഇ ഉണ്ടാവുന്ന കാര്യം കൺഫേംഡ് ആയി. സോ ഈ സെഡ് ആണ് കാണുന്നത്. ഈ സെഡ് എന്താ, E0 ഇൻറ്റു ഈ സാധനം തന്നെയല്ലേ വരികയാണ്, സെയിം. അപ്പൊ E0 കണ്ടാൽ മതി. E0 എങ്ങനെ കാണാം, C is equal to E0 by B0 ആണ് അല്ലേ, C is equal to E0 by B0. അപ്പോൾ E0 by B0 എന്ത് ചെയ്യും, E0 ഫൈൻഡ് ചെയ്യും. എങ്ങനെ, C into B0 വെച്ചിട്ട്. അപ്പൊ സിക്ക് 3 കൊടുക്കും. B0 നമുക്ക് അറിയാം, B0 ഇതാണ്, മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും മക്കളെ, E0 കിട്ടും. ആ വാല്യൂ 60 ആണ്. അപ്പൊ E0 എന്താ, 60 sin E sin അടിച്ചാൽ മതി, 60 sin E sin അടിച്ചാൽ മതി, സിമ്പിൾ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, arrange electromagnetic waves in the increasing order of wavelength or decreasing order of frequency. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഗാമ റേസ് ഇപ്പൊ പറഞ്ഞല്ലേ, ഗാമ, എക്സ്റേ, UV റേസ്, വിസിബിൾ ലൈറ്റ്, IR, മൈക്രോവേവ്, റേഡിയോ വേവ്സ്, സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ്, ഹൗ റേഡിയോ വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. റേഡിയോ വേവ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യാം? ഒരു കണ്ടക്ടിങ് വയറിലുള്ള ഇലക്ട്രോൺസ്, ചാർജ്ഡ് പാർട്ടിക്കിൾസ് അല്ലെ, മോസ്റ്റ്ലി ഇലക്ട്രോൺസ് അല്ലെ. അപ്പൊ ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ഒരു കണ്ടക്ടിങ് വയറിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ ആക്സിലറേഷൻ കൊണ്ടാണ് എന്തുണ്ടാവല്, റേഡിയോ വേവ്സ് ഉണ്ടാവല്. റൈറ്റ് ദ യൂസ് ഓഫ് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സ് എന്ത് യൂസ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ, റേഡിയോ ആൻഡ് ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഫോണിന്റെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എന്ത് ഉപയോഗിക്കുക, റേഡിയോ വേവ്സ് ഉപയോഗിക്കുന്നുണ്ട്. റൈറ്റ്, ഓക്കെ അല്ലേ മക്കളെ? ഇത്രയുമാണ് നമുക്ക് EM വേവ്സിൽ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏരിയാസ്. മക്കൾക്ക് സെറ്റാണെന്ന് തോന്നുന്നു. ഞാൻ ഏകദേശം 2 മണിക്കൂർ എടുത്തു. കറക്റ്റ് 2 മണിക്കൂറാണ്. നമ്മൾ 4 ചാപ്റ്റേഴ്സ് ആണ് ചെയ്തത്. ഒരുപാട്, ഏകദേശം ഒരു 90 സ്ലൈഡ്സിന്റെ അടുത്ത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ലോണം ഒരു 80ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. റൈറ്റ്, അപ്പൊ 4 ചാപ്റ്ററിനായിട്ട് 80ന്റെ മുകളിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇത് മാത്രം പഠിച്ചു പോവാന്ന് ഞാൻ പറയൂല, ചാപ്റ്റർ പഠിക്കാൻ ഡ്യൂട്ടി നിങ്ങൾക്കാണ്. ഓക്കെ, ചാപ്റ്ററിലേക്ക് വേണ്ട ഒരുപാട് കോൺസെപ്റ്റ്സും ഇൻപുട്സും ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചിട്ട് ഈ സാധനം, ഈ ഒരു ക്വസ്റ്റ്യൻ 2 മണിക്കൂറേ ഉള്ളൂ, 4 ചാപ്റ്റർ ഉണ്ട്. അടുത്ത ദിവസം ഞാൻ ഇതേപോലെ ചെയ്യും. അവിടെ ഞാൻ 4 ചാപ്റ്റർ വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ ആ ഒരു 4 ചാപ്റ്ററിന്റെ ഏകദേശം ഒരു ധാരണ ഇതിൽ കൂടെ കിട്ടുന്നുണ്ട്. എല്ലാ ഏരിയാസിനും ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നന്നായി പ്രിപ്പയർ ചെയ്യാം, സൂപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ബെസ്റ്റ് ഓഫ് ലക്ക്. എക്സാം പൊളിച്ചടക്കണം. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.